സ്ട്രെയിറ്റ് ലൈനിലേക്ക് സ്വാഗതം. വിഴിഞ്ഞം കോൺക്ലേവ് കഴിഞ്ഞ ഉടനെ തന്നെ അവരവിടെ ഭൂമി എടുക്കാൻ തുടങ്ങി. 2300 ഏക്കർ ഒരു പാർക്ക് കിട്ടി. ഇപ്പോൾ ഈ ഓണം കഴിഞ്ഞ ഉടനെ ഗേറ്റ് വേ കാർഗോ തുടങ്ങി. 184 സ്ഥലങ്ങളുണ്ട് തിരുവനന്തപുരത്ത് കാണാൻ. ഇത് എവിടെ എല്ലായിടത്തും ഉണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ഒരു വിധത്തിന് ഒരു രീതിയിലും വികസിക്കാൻ പാടില്ല. വിഴിഞ്ഞത്തിനുള്ള ഒരു മുനയാണ് അല്ലേ? തീർച്ചയായിട്ടും മുനയാണ്. ഗവൺമെൻറ് ഫോക്കസ് ചെയ്യേണ്ടത് കോളം ഒരു ഡെസ്റ്റിനേഷനാക്കി മാറ്റണം. കാരണം ക്രൂയിസിന് വരും. അടിയന്തരമായിട്ട് ഇപ്പം നമ്മൾ ശ്രീകാര്യം മേൽപ്പാലം വരണം, പട്ടം മേൽപ്പാലം വരണം. ഈ മേൽപ്പാലങ്ങളായിരിക്കും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുമ്പം ഒരു 30% ഡിസ്പ്ലേസ്മെൻറ്റ് വരും എന്നുള്ളതാണ് ഇപ്പോൾ ഒബ്സർവേഷൻസ് പറയുന്നത്. വന്ദേ ഭാരത്തിൽ കയറിയ ശേഷം ആൾക്കാർക്ക് റെയിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ കൂടി. കല്യാണം മുതൽ മരണം മുതൽ പാലുകാച്ച് മുതൽ മീറ്റിങ്സ്, സെമിനാർ, ഒരു 8-10 ഫങ്ഷൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റിയാണ് തിരുവനന്തപുരം. തിരുവനന്തപുരത്തിൻ്റെ, അതായത് തലസ്ഥാന നഗരത്തിൻ്റെ വികസന ആവശ്യങ്ങൾക്ക് മുന്നിൽ എന്നും നിൽക്കുന്ന തിരുവനന്തപുരം ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസിൻ്റെ പ്രസിഡൻറ്റ് ശ്രീ എസ്.എൻ. രഘുചന്ദ്രൻ നായരാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ രഘുചന്ദ്രൻ നായർ. നമസ്കാരം. ഇപ്പം കഴിഞ്ഞ ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പ് ചേംബർ ഓഫ് കൊമേഴ്സ് ഒരു ഒരു വാർത്ത കൊടുത്തിരുന്നു. അതായത് തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിന് വേണ്ടി വിനിയോഗിക്കാൻ പറ്റുന്ന സ്ഥലമുള്ളവർ അറിയിക്കണം. അതിൻ്റെ ഒരു ഇതെന്താ ഔട്ട്കം? അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് പറഞ്ഞാൽ നമ്മളൊരു വിഴിഞ്ഞം കോൺക്ലേവ് നടത്തിയായിരുന്നു കഴിഞ്ഞ ജനുവരിയിൽ. ഇപ്പം കഴിഞ്ഞ ജനുവരിയിൽ ആ കോൺക്ലേവ് നടന്നത് ഈ ഇൻവെസ്റ്റ് കേരളയുടെ മുന്നോടിയായിട്ട് നടത്തിയ ഒരു കോൺക്ലേവാണ്. അപ്പോൾ ആ കോൺക്ലേവ് നല്ല രീതിയിൽ പല കമ്പനീസ്, ഷിപ്പിംഗ് കമ്പനീസ് പോലെ ലോജിസ്റ്റിക്സ് കമ്പനീസ് പ്രസൻ്റ് ആയിരുന്നു. അപ്പോൾ അവിടെ നമ്മളെ വ്യവസായ മന്ത്രി, നമ്മുടെ പോർട്ട് മന്ത്രി എല്ലാവരും ഷോക്കേസ് ചെയ്തത് വിഴിഞ്ഞമാണ് നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു സ്ഥലമാണ്, വേൾഡിലെ ഏറ്റവും നല്ല ഒരു മദർ പോർട്ടാണ്, ഇന്ത്യയിൽ കിട്ടാൻ പറ്റുന്ന ഏറ്റവും അടുത്ത് കിടക്കുന്ന 10 നോട്ടിക്കൽ മൈൽസേ ഉള്ളൂ ഇൻ്റർനാഷണൽ ടെറൈൻ. അപ്പോൾ അത് നല്ല രീതിയിൽ നമ്മൾ അതിന് ഹൈപ്പ് കൊടുത്ത് കൊണ്ടുവന്ന് എല്ലാം കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റ് കേരളയിലോട്ട് പോയി. അപ്പോൾ അതിൽ ആ ഇൻവെസ്റ്റ് കേരളയിൽ ഒരു മേജറായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് അദാനിയുടെ 20,000 crores 20,000 കോടി രൂപ അവർ സെക്കൻഡ് ഫേസിലോട്ട് മാറ്റി 3 വർഷം കൊണ്ട് തീർക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടോടെ അതിനായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് വരാൻ തുടങ്ങി. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് വരുമ്പം നോർമലായിട്ട് അവർ സർക്കാരിനെ അപ്രോച്ച് ചെയ്യും. അപ്പോൾ സർക്കാരിനെ അവിടെ അപ്രോച്ച് ചെയ്യുമ്പോൾ സർക്കാർ ഭൂമി ഏറ്റെടുത്തിട്ടില്ല. സർക്കാർ പറയുന്നത് കിൻഫ്ര 100 ഏക്കർ ഏറ്റെടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഭൂമി ഏറ്റെടുത്തിട്ടില്ല. അപ്പോൾ ഇവർക്ക് എർജൻറ്റാണ്. അപ്പോൾ എർജൻസിയുടെ ഭാഗമായിട്ട് പറയുമ്പോൾ ഉടനെ നമ്മുടെ ഇരിക്കുന്ന വ്യവസായ ഡിപ്പാർട്ട്മെൻറ്റ് ഉടനെ പറയും, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ പാലക്കാട്ട് പോവുക, പാലക്കാട്ട് ഇൻഡസ്ട്രിയലുണ്ട്, അല്ലെങ്കിൽ കൊച്ചി പോവുക എന്നുള്ളതൊക്കെയുള്ള അവർ ആൾക്കാരെ ശ്രദ്ധ തിരിച്ച് അങ്ങോട്ട് വിടുവാണ്. പക്ഷെ വന്നിരിക്കുന്ന ആൾ പോർട്ടിൻ്റെ അടുത്താണ് ഭൂമി വേണ്ടത്. കാരണം ഭൂമി ഇല്ല എന്ന് പറയുന്ന ഒരു സാധനം അതിന് എന്താണ്, ഏത് രീതിയിലാണ് അതിനെ കൈകാര്യം ചെയ്യണം എന്നുള്ള സർക്കാരിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഞങ്ങളിത് കണ്ടിട്ട് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. കാരണം നമ്മൾ പാടുപെട്ടി ഇതൊക്കെ നടത്തിയിട്ട് തിരുവനന്തപുരത്ത് ഇൻവെസ്റ്റേഴ്സ് വരുമ്പം സർക്കാരിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് പേടിയാണ്. കാരണം അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഉടനെ ഇതിനെ ആളിനെ മാറ്റിക്കൊണ്ട് നേരെ പാലക്കാട്ടോ അല്ലെങ്കിൽ കൊച്ചിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഉദ്യോഗസ്ഥർ മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഉദ്യോഗസ്ഥരുടെ ഒരു സൈഡിൽ ഉണ്ട്, ഒരു സൈഡില്ല എന്ന് പറയുന്നില്ല. പക്ഷെ അവർ പറയുന്നത് അവർക്ക് അങ്ങനെ ഒരു മാൻഡേറ്റ് ഒന്നും ഇല്ല. കാര്യം നമുക്ക് ഒരാളെ ലൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മളൊരാൾ വന്നപ്പോൾ കൈ വിട്ട് പോരുത്. അപ്പോൾ ഭൂമി വരുന്നവരെങ്കിലും അവർ പാലക്കാട്ടോ കൊച്ചി പോയി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കി ഇത് ലോജിസ്റ്റിക്സാണ്. ഇതൊരു ഷിപ്പിംഗ്, ഒരു കപ്പലിൽ ഒരു കണ്ടെയ്നർ കയറ്റി വിടുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ പക്ഷേ ഇതിനനുബന്ധിച്ച ഒരു കാര്യം പറയാം. നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പം തൊട്ടടുത്ത് തമിഴ്നാട് 2,300 ഏക്കർ എടുത്തു കഴിഞ്ഞു. അതാണ് ഞാൻ തമിഴ്നാട്ടിൽ ഈ വിഴിഞ്ഞം ലക്ഷ്യമിട്ട് ഒരുപാട് വികസന വിഴിഞ്ഞം കോൺക്ലേവ് കഴിഞ്ഞ ഉടനെ തന്നെ അവരവിടെ ഭൂമി എടുക്കാൻ തുടങ്ങി. 2,300 ഏക്കർ ഒരു പാർക്ക് കിട്ടി. അത് നാഗുന്നേരി എന്ന് പറയുന്ന സ്ഥലം, അത് ഒരു 150 കിലോമീറ്റർ ദൂരെയാണ് വിഴിഞ്ഞത്തിന്. കൂടാതെ അവർ വേറെ 2 ഇൻഡസ്ട്രിയൽ പാർക്ക് കൂടെ റെഡി ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവർ അത്രയും വിഷനോടെ, അത്രയും മുൻകരുതലോടെ അവർ കംപ്ലീറ്റ് ആ ഭാഗത്ത് അവർ തുടങ്ങി. അപ്പോൾ അവർക്കറിയാം ഇത് വേറെ അവിടെ ഭൂമിയില്ല, അതുകൊണ്ട് ഇങ്ങോട്ടേ വരുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾ നോക്കിയപ്പോൾ ഇതിന് ഒറ്റ വഴിയേ ഉള്ളൂ. ഭൂമി ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല. കാരണം ഭൂമി ആവശ്യം പോലെ ഉണ്ട്. ആ ഭൂമി എങ്ങനെ നമുക്ക്, അപ്പോൾ നമ്മളൊരു പ്രസ് റിലീസ് കൊടുത്തു. വിഴിഞ്ഞം പദ്ധതിക്ക് തുറമുഖത്തിനടുത്ത് 15 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആൾക്കാർ 50 സെൻറ്റ് മുകളിൽ ഉള്ള ഭൂമി ആൾക്കാർ ഉടമസ്ഥരെ മാത്രം ഇതിനെ റെസ്പോണ്ട് ചെയ്യുക. കാരണം ബ്രോക്കേഴ്സ് വേണ്ട, ഉടമസ്ഥർ തന്നെ. അപ്പോൾ അതിൽ നമ്മൾ ഒരു ഫോമാറ്റ് കൊടുത്തു. അവരുടെ പേര്, വിലാസം, അവരുടെ സർവേ നമ്പർ, വില്ലേജ്, അവരുടെ റോഡിൻ്റെ വീതി എത്രയുണ്ട്, പിന്നെ ഭൂമിയുടെ വിസ്തീർണം എത്രയുണ്ട്,
അത് എന്താണ് വയലാണോ എന്താണോ ആ ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചുകൊണ്ട് ഒരു ഇത് കൊടുത്തു. നമ്മൾ വിചാരിച്ചു ആൾക്കാർ കുറച്ച് പേര് റെസ്പോണ്ട് ചെയ്യുമെന്ന് വിചാരിച്ചു. പക്ഷേ ഏകദേശം ഒരു 100 ചില്ലാനം കോളോളം വന്നു. 100 ചില്ലാനം കോൾ വന്നു. പല ആൾക്കാരും വിളിച്ചു, അവർക്ക് അറിയണം. അതിനകത്ത് ബ്രോക്കേഴ്സും വിളിച്ചു. അപ്പോൾ ഞങ്ങളുടെ ബ്രോക്കേഴ്സിൻ്റെ പറഞ്ഞു, ബ്രോക്കർ നെറ്റ്വർക്ക് നിങ്ങൾ രജിസ്റ്റേർഡ് ബ്രോക്കർ ആണെങ്കിൽ ആലോചിക്കാം. അല്ലാതെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ബ്രോക്കർ രജിസ്റ്റേർഡ് അല്ലാത്ത ആൾക്കാരെ നമ്മൾ ഈ ഡീറ്റെയിൽസ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റില്ല. അല്ല, ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഇത് ബ്രോക്കേഴ്സിൻ്റെ സ്ഥിരം അവർ യൂസ് ചെയ്യുന്ന ഒരു വാചകമാണ്, സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിത് സെറ്റിംഗ് ഒന്നും ഇവിടെ ഇല്ല. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഭൂമി ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് പറയുക. പക്ഷേ ഇതിനകത്ത് ഉടമസ്ഥന് ഇതിനകത്ത് വേണം. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിത് കൊടുത്തപ്പം നമ്മളിങ്ങനെ ഒരു 2-3 ആഴ്ച പിടിച്ചു. ഇതെടുത്ത് ഇങ്ങനെ ഡീറ്റെയിൽ കളക്ട് ചെയ്ത് വന്നപ്പം ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ 600 ഏക്കറോളം ഞങ്ങളുടെ ചാർട്ടിൽ കിട്ടി. 600 ഏക്കറോളം കിട്ടി. അത് ഈ 15 കിലോമീറ്റർ ചുറ്റുമുള്ള 50 സെൻറ്റ് മുതൽ മുകളിലോട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മളെ ഒരു ചേംബർ ഓഫ് കോമേഴ്സ്, ഒരു നോർമലായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയൽ ഹൗസ് അപ്പോൾ ഗവൺമെൻറ് വിചാരിച്ചാൽ എത്ര കിട്ടും? സർക്കാർ വിചാരിച്ചാൽ തീർച്ചയായും ഇതിനേക്കാൾ കൂടുതൽ കിട്ടും. കാര്യം കോമ്പൻസേഷൻസ് സർക്കാരിന് കൊടുക്കാൻ പറ്റും. ഇത് നമ്മളിങ്ങനെ കമ്പൈൽ ചെയ്തിട്ട് നമ്മളൊരു 3 കാറ്റഗറി ആയിട്ട് തിരിച്ചു. ഒന്ന് ഭൂമി കൊടുക്കാൻ താല്പര്യമുള്ള ആൾ, ഒന്ന് പാട്ടത്തിന് കൊടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ, ഒന്ന് ജോയിൻറ്റ് വെഞ്ചർ ചെയ്യാനുള്ള ആൾ. അങ്ങനെ 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ട് ആ ചാർട്ട് ഉണ്ടാക്കി വെച്ച ശേഷം ഇപ്പോൾ അവിടെ വരുന്ന ഇൻവെസ്റ്റേഴ്സ് നമുക്ക് 25 ഏക്കേഴ്സ്, ഇപ്പോൾ ഒരു കമ്പനിക്കാർ വന്ന് 25 ഏക്കേഴ്സ് വെച്ച് നമ്മൾ ഈ 25 ഏക്കേഴ്സിനുള്ള ഇത്രയും ആൾക്കാരുടെ പേരും അഡ്രസ്സും തരാം. ഡയറക്റ്റായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. ചേംബർ ഇതിനകത്ത് ഇടപെടത്തില്ല. ഞങ്ങൾക്ക് ബ്രോക്കിംഗ് ചാർജ് ഇല്ല, ഒരു ചാർജും ഇല്ല. നിങ്ങൾ ഡയറക്റ്റായിട്ട് ഇടപെട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും തടസ്സം വരുന്നെങ്കിൽ തിരിച്ച് ഞങ്ങളുടെ അടുത്ത് വരിക. ഞങ്ങളത് ഇടപെട്ട് ഞങ്ങൾ സോൾവ് ചെയ്യാണ്. ഇങ്ങനെ ഡെയിലി ഇപ്പോൾ നമുക്ക് ഏകദേശം ആവറേജ് ഒരു ദിവസം ഒരു കമ്പനി വീതം വരുന്നുണ്ട്. ചിലർക്ക് വളരെ വിജയകരമായി. ചിലർക്ക് 50 സെൻറ്റ് മതി, ആ ഒരു വെയർ ഹൗസ് ആയിരിക്കും. ചിലർക്ക് ചെറിയൊരു ഗോഡൗൺ ആയിരിക്കും. അപ്പോൾ ഇത് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇത്രയും ഇപ്പോൾ നമ്മൾ നിലവിലുള്ള കാര്യം പറയാം. നമുക്കിപ്പോൾ ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടാണിത്. പോർട്ട് തുടങ്ങി 1 വർഷം പൂർത്തീകരിക്കുന്ന മുമ്പ് നമ്മൾ 1 മില്യൺ കണ്ടെയ്നേഴ്സ് ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞു. 1 മില്യൺ എന്ന് പറയാൻ 10 ലക്ഷം കണ്ടെയ്നേഴ്സ് നമ്മൾ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് കഴിഞ്ഞാൽ ഇത് റെക്കോർഡാണ്. കഴിഞ്ഞ 3 വലിയൊരു വിജയമായി മാറി. ഭയങ്കര വിജയമാണ്. കാര്യം കഴിഞ്ഞ 3 മാസമായിട്ട് നമ്മൾ ലീഡ് ചെയ്യുകയാണ് ഇന്ത്യയിൽ. പിന്നെ 450ഓളം കപ്പൽ ഇത് ഇപ്പം തന്നെ കവിഞ്ഞു. നമ്മൾ കപ്പൽ വന്ന് കവിഞ്ഞു കഴിഞ്ഞു. അപ്പം അങ്ങനെ ഇരിക്കുമ്പം നമുക്ക് ഇത്രയും പൊട്ടൻഷ്യലുള്ള സ്ഥലത്ത്, അതും ഈ നമ്മളെല്ലാവരും മനസ്സിലാക്കണം, ഈ കണ്ടെയ്നേഴ്സ് നമ്മളവിടെ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞെന്ന് പറയുമ്പം അദാനിക്ക് ഏകദേശം 100 കോടിയോളം രൂപ കിട്ടിക്കഴിഞ്ഞു. ബിക്കോസ് ഒരു ഷിപ്പിന് ഡോളറാണ്. ഒരു ഇത്രയും ടണ്ണുള്ള ഷിപ്പിന് $30,000 ഇങ്ങനെയൊക്കെ അവരുടെ കണക്ക്. അപ്പോൾ ഏകദേശം 100 കോടി രൂപയോളം മുകളിൽ അവർക്ക് കിട്ടിക്കഴിഞ്ഞു. സ്റ്റേറ്റ് ഗവൺമെൻറ് ചിലപ്പോൾ GST കിട്ടിക്കാണും. പക്ഷെ നമ്മൾ ആരെങ്കിലും ഒരു കണ്ടെയ്നർ റോഡ് വഴി പോകുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. കാര്യം വലിയ കപ്പൽ വന്ന് ചെറിയ കപ്പലിൽ കയറ്റി കൊണ്ട് പോവുകയാണ്. അപ്പോൾ അവിടെയും നമുക്കൊരു പ്രോബ്ലം എന്താണ്, ഈ കപ്പലിലേക്കുള്ള സർവീസ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. അതിനുള്ള അവർക്ക് സ്പെയർ പാർട്സ് വേണം, അവർക്കുള്ള പ്രൊവിഷൻസ് വേണം, ഫ്യൂവൽ വേണം, ഒക്കെ ഉണ്ട്. അത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ഗേറ്റ് വേ കാർഗോ എന്ന് പറയും. ഗേറ്റ് വേ കാർഗോ തുടങ്ങിയാൽ മാത്രമേ നമുക്ക് നിലവിൽ ഇപ്പം അത് തീർത്തു. ഇപ്പോൾ അതിൻ്റെ കസ്റ്റംസുമായിട്ട് ഞങ്ങൾ ചർച്ച നടത്തിയായിരുന്നു. കസ്റ്റംസ് അതെല്ലാം പൂർത്തീകരിച്ചു, അവരുടെ ഫോർമാലിറ്റീസ് തീർത്തു, സെൻട്രൽ ഗവൺമെൻറ്റിന് അയച്ചു, സെക്യൂരിറ്റി പോസ്റ്റിങ്സിന് കൊടുത്തു. സെക്യൂരിറ്റി പോസ്റ്റിംഗ് അനുവാദം വന്നു കഴിഞ്ഞു. അത് കഴിഞ്ഞ് സെക്യൂരിറ്റി പോസ്റ്റിങ്സ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ ഫോഴ്സസാണ് വരുന്നത്. ഗേറ്റ് വേ കാർഗോ ഉണ്ടെങ്കിൽ അത് അനുവദിച്ചാൽ മാത്രമേ ഇവർക്ക് വെളിയിലോട്ട് വരാൻ പറ്റൂ. അങ്ങനെ വെളിയിലോട്ട് പോകാനും നമ്മുടെ കാർഗോ പോകാനും പറ്റുള്ളൂ. അപ്പോൾ ഗേറ്റ് വേ കാർഗോ തുടങ്ങുമ്പോൾ കസ്റ്റംസ് അവിടെ വരും. കസ്റ്റംസിൻ്റെ അവരുടെ ആ സ്പേസ് ഒക്കെ റെഡിയായി, അതൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞു. പേപ്പർ ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് കഴിഞ്ഞു. അനുവാദങ്ങൾ കിട്ടാനുള്ള എല്ലാം ആയി കഴിഞ്ഞു. എനിക്കൊന്ന് ഇപ്പോൾ ഈ ഓണം കഴിഞ്ഞ ഉടനെ ഗേറ്റ് വേ കാർഗോ തുടങ്ങും. ഈ ഗേറ്റ് വേ കാർഗോ തുടങ്ങുമ്പോഴാണ് റിയൽ ആയിട്ടുള്ള പോർട്ടിൻ്റെ ഓപ്പറേഷൻസ് തുടങ്ങുന്നത്. ആ ഓപ്പറേഷൻ തുടങ്ങുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് പറയുന്നത്, ഈ ഓപ്പറേഷൻ തുടങ്ങുമ്പോഴാണ് സർക്കാരിന് വരുമാനം കൂടുന്നു, ജോലി സാധ്യത കൂടുന്നു. ജോലി സാധ്യത വേണം, ആൾക്കാരുടെ ജോലി കിട്ടും. കൂടാതെ പോർട്ട് സിറ്റിയായി മാറും. കാര്യം എന്താ പറഞ്ഞാൽ ഇതിനകത്ത് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ വരും, പിന്നെ റവന്യൂ ജനറേഷൻ വരും, പിന്നെ സിറ്റിക്കകത്തുള്ള അതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് വരും. ഇപ്പോൾ ഗേറ്റ് വേ കാർഗോ വരുമ്പോൾ ഇപ്പോൾ തൂത്തുക്കുടിയിൽ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി, അവരുണ്ടാക്കുന്ന അവർ കൂടുതലും ഇതാണല്ലോ, തുണിയാണല്ലോ, അത് കയറ്റി വിടാൻ ഇപ്പം തിരുവനന്തപുരം പോർട്ട് വഴി കയറ്റി വിടുമ്പം മൊത്തത്തിൽ ഇപ്പോൾ ആവറേജ് നമ്മൾ നോക്കിയാൽ 2 ആഴ്ച അവർക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇപ്പം നിലവിൽ നടക്കുന്ന ഈ കാർഗോ ഒരു കണ്ടെയ്നർ കയറ്റി വിട്ട് അത് വേറെ അടുത്ത് പോയി കിടന്ന് കുറച്ച് നാൾ കഴിഞ്ഞ് അടുത്ത കപ്പലിൽ കയറ്റി പോകും. ഇത് ഡയറക്റ്റായിട്ട് ഈ കപ്പൽ ആ ലൊക്കേഷനിൽ എത്തിച്ചു കൊടുക്കും. അപ്പോൾ ഏകദേശം 10 ദിവസം കൊണ്ട് 2 ആഴ്ച വരെ അവർക്ക് സേവിങ് ഉണ്ടാകും. അവർ പറയുന്നത് ഒരു 8,000 അവർക്ക് പറയുന്നത് ഏകദേശം ഒരു
$8,000 $8,000 അവർക്ക് സേവ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ ഈ റോഡിലൂടെ ഏതെങ്കിലും കണ്ടെയ്നർ പോകുന്ന കണ്ടിട്ടുണ്ടോ? ഈ റോഡ് ഡെവലപ്മെൻറ്റ് അത്തരം കാര്യങ്ങൾ അതിലോട്ടാണ് ഞാൻ ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ റോഡ് ഡെവലപ്മെൻറ്റ് ഒരു കണ്ടെയ്നർ മൂവ്മെൻറ്റ് തുടങ്ങും. അപ്പോൾ കണ്ടെയ്നർ തൽക്കാലം ഇപ്പോൾ നമ്മൾ ഹൈവേ വഴി പോകാം. പക്ഷെ അവിടെ കഴിയുമ്പോൾ നമ്മൾ അവിടെ പോർട്ട് വരെ എത്താനുള്ള ഒരു റോഡിൻ്റെ സെറ്റപ്പ് അദാനിക്കാർ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ അത് പോരാ. കാരണം കണ്ടെയ്നേഴ്സ് തമിഴ്നാട്ടിന് വരും, തൂത്തുക്കുടിയിൽ വരും, പലയിടത്തിനും വരും. ഈ കണ്ടെയ്നേഴ്സ് നേരെ പോകുന്നത് നാഷണൽ ഹൈവേ കണക്ടിവിറ്റിയാണ്. കാർ റോഡിൻ്റെ അങ്ങോട്ടാണല്ലോ നമ്മൾ പോകുന്നത്. ആ കണക്ടിവിറ്റിയിലോട്ട് കയറാനുള്ള അതിലൊരു ഇപ്പോൾ താൽക്കാലികമായിട്ട് അദാനിക്കാർ അതിനൊരു പ്രൊവിഷൻ ഉണ്ടാക്കിയെങ്കിലും അവരിപ്പോൾ തൽക്കാലം വരെ ആക്ച്വലി അവിടെ വരേണ്ടത് ക്ലോവർ ലീഫ് ഇൻ്റർസെക്ഷൻ എന്ന് പറയും. നമ്മളിപ്പം ചെന്നൈ പോയാൽ ഇത് നമ്മൾ 8 പോലെയും ഒക്കെ പോകുന്നതാണ് ഈ ക്ലോവർ ലീഫ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ക്ലോവർ ലീഫ് ഇൻ്റർസെക്ഷൻ ഉണ്ടാക്കിയേ പറ്റൂ. അതിനിപ്പോഴും എനിക്ക് തോന്നുന്നത് വിസിൽ അതിനെ പറ്റി ചർച്ച നടത്തുന്നുണ്ട്. അത് കേരള സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള ഒരു വലിയൊരു അവരാണ് ഇതിൽ ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ അവർ ചർച്ച നടത്തുന്നുണ്ട്. അതിന് ഏകദേശം 600 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അത് ആര് ഇൻവെസ്റ്റ് ചെയ്യുമെന്നുള്ളതാണ് ഒരു ഇഷ്യൂ. അത് കൂടാതെ ഈ വേറൊരു അത് വരുന്നവരെങ്കിലും ട്രംപറ്റ് എന്ന് പറഞ്ഞൊരു ഫോർമേഷനുണ്ട്. ചെന്നിട്ട് ട്രംപറ്റ് റോഡിലൊക്കെ ആ ട്രംപറ്റ് ഫോർമേഷനും കൂടെ അത് ചിലപ്പോൾ നേരത്തെ ചെയ്യാൻ പറ്റും. ക്ലോവർ ലീഫിന് സമയമെടുക്കും. അപ്പോൾ ഈ 2 സാധനം ക്ലിയർ ചെയ്യാതെ നമുക്ക് വിചാരിക്കുന്ന പോലെ ഒരു കണ്ടെയ്നർ മൂവ്മെൻറ്റ് ഉണ്ടാവില്ല. അത് അടിയന്തരമായിട്ട് വേണം. കൂടാതെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറൊരു ഫ്ലൈറ്റ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ റെയിൽവേ ആണ്. അപ്പോൾ പോർട്ടിന് നമ്മൾ ബാലരാമപുരം വരെ പോകേണ്ട ഒരു 9.7 കിലോമീറ്റേഴ്സ് 9.5 കിലോമീറ്ററോളം ഇതുണ്ട്. അപ്പോൾ ഇപ്പം ചീഫ് സെക്രട്ടറി കഴിഞ്ഞ മാസം 2 ആഴ്ചയ്ക്ക് മുമ്പ് ഡൽഹിയിൽ പോയി റെയിൽവേ ബോർഡ് ചെയർമാൻ്റെ ചർച്ച നടത്തി അതിനൊരു തീരുമാനമായി അത് ടെൻഡർ ചെയ്യാനായിട്ട്. അത് അണ്ടർഗ്രൗണ്ടാണ്, ഭൂമിയുടെ അടിയിൽ കൂടെ പോകുന്ന ഒരു പാതയാണ്. അത് ഈ തുറമുഖത്തിന് ബാലരാമപുരം അടിപ്പാത വഴി പോകുന്ന ഒരു സിസ്റ്റമാണ് കൊണ്ടുവരുന്നത്. പക്ഷേ ഇത് ചെയ്ത് തീർക്കാൻ 5 വർഷം പിടിക്കും. മനസ്സിലായി? അപ്പം അപ്പോഴത്തേക്കും നമുക്ക് അദാനിയുടെ സെക്കൻഡ് ഫേസ് ഡെവലപ്മെൻറ്റ് പൂർത്തീകരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഈ റെയിൽവേയുടെ പാതയും ഈ ഹൈവേ പാതയും റെഡി ആയിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, വലിയ നമ്മൾ ബഹുദൂരം തന്നെ പോകും. ഈ തുറമുഖം വന്നാൽ അവിടുത്തെ ലോക്കൽ ആൾക്കാർക്ക് ഗുണം കിട്ടുന്ന ചില പ്രാദേശിക വികസന പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് പറഞ്ഞു. പക്ഷേ അതൊന്നും ആയിട്ടില്ലെന്നുള്ളൊരു ഇല്ല. അവിടെ ബേസിക്കായിട്ട് നടപ്പിലാക്കുന്ന മെയിനായിട്ടുള്ള പദ്ധതി ഫിഷിംഗ് ഹാർബറാണ്. മോഡേൺ ഫിഷിംഗ് ഹാർബർ ആണ് കേരള സർക്കാർ അവർക്ക് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നത്. അതിൻ്റെ നടപടി ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല. അവർക്ക് ഏറ്റവും മോഡേൺ ഫിഷിംഗ് ഹാർബർ കൊടുത്താൽ അവർ മറൈൻ പാർക്കും ഒക്കെ വരും. അപ്പോൾ ഈ ഫിഷിംഗ് പ്രോസസ്സിംഗ് ഒക്കെ വരാം. അപ്പോൾ അവർക്ക് അതായിട്ടുള്ള ലോക്കൽസിന് ഒരു വലിയൊരു കാര്യമാണ്. പക്ഷേ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷിപ്പ് ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത് ഷിപ്പിലേക്ക് വേണ്ട പല സാധനങ്ങളും കൊടുക്കാൻ പറ്റുന്ന ഒരു ഇതായിരിക്കും. അപ്പോൾ ഷിപ്പിൽ വരുന്ന പല കാര്യങ്ങളുണ്ട്. അതിന് പ്രൊവിഷൻസ് കാണും, സ്പെയർ പാർട്സ് കാണും, ഓയിൽ കാണും, പിന്നെ റിപ്പയർസ് വരും. അപ്പോൾ ഇങ്ങനെ കുറേ ആക്ടിവിറ്റീസ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇത് ഹാൻഡ്ലിംഗ് ഉണ്ട്, പിന്നെ കാർഗോ ഹാൻഡ്ലിംഗ് കിടക്കുന്നു, കണ്ടെയ്നർ ഹാൻഡ്ലിംഗ് കിടക്കുന്നു. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ ഈ കമ്പനീസ് ഇവിടെ ഒന്ന് സെറ്റപ്പ് ചെയ്താൽ ഇത് നടപ്പിലാക്കുള്ളൂ. നമ്മൾ വിചാരിച്ചാലും വലിയൊരു രീതിയിൽ കാര്യം പോകും. പക്ഷേ ഇതിനകത്ത് വേറൊരു സംഭവം നടന്നത് ഈ അടുത്ത കാലത്ത് MSC ഷിപ്പിങ്ങിൻ്റെ ഒരു കപ്പൽ, അതിൽ അവർ തെറ്റൊന്നുമല്ല, ആക്സിഡൻറ്റ് എല്ലായിടത്തും പറ്റും. കപ്പൽ അത് മുങ്ങി. അത് ഒരു നമ്മൾ പറയുന്നത് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ. ഈ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ കൊടുക്കുന്ന പലപ്പോഴും റിയലായിട്ട് ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാരല്ല. ഒന്നിൽ കപട പരിസ്ഥിതിവാദികൾ, അല്ലെങ്കിൽ RTI ബ്ലാക്ക് മെയിലേഴ്സാണ് കൊടുക്കുന്നത്. പക്ഷെ കോടതി അതെടുത്ത നിലപാട് ഒരു 9,000 കോടി രൂപയോളം ഫൈൻ അടിച്ചു. ലോകത്ത് കേൾക്കാത്തൊരു കാര്യമാണ്. 9,000 crores എന്ന് പറയുന്നത് $1 ബില്യൺ. ഇത് 10-30 വർഷമായ ഒരു കപ്പലാണ്. അപ്പോൾ അത് DG ഷിപ്പിംഗ് കൊടുത്തിരിക്കുന്ന ഒരു പെർമിഷനിലാണല്ലോ കപ്പൽ പോയിരിക്കുന്നത്. കപ്പലിന് ആക്സിഡൻറ്റ് വന്നു, ശരി, പിന്നെ അവിടെ ആൾക്കാരെ അയച്ചിട്ടുണ്ട്. അതിൻ്റെ കംപ്ലീറ്റ് ഓയിൽ ലീക്കും വലിയ പരിസ്ഥിതി ആഘാതം ഉണ്ടാക്കി എന്നുള്ളതാണ്. അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ലോകത്ത് ഇങ്ങനെ നടക്കുന്നു. ഇത് നമുക്ക് ആദ്യമായിട്ടല്ലല്ലോ. ഇത് ലോകത്ത് എല്ലായിടത്തും കപ്പലിൻ്റെ ആക്സിഡൻറ്റ് വരാറുണ്ട്. അവിടെ ഇൻ്റർനാഷണൽ ലെവലിൽ എടുക്കുന്ന എന്തുവാണ് അതിൻ്റെ മാനദണ്ഡം, ആ മാനദണ്ഡം പാലിച്ചാൽ പോരെ. അത് ഒരു റോങ് ആയിട്ട് അപ്പോഴത്തേക്കും അവരുടെ കപ്പൽ ഇവിടെ വരുന്നു, അത് അറസ്റ്റ് ചെയ്യുന്നു. ഇതേ കപ്പൽ കൊച്ചി പോയാൽ അറസ്റ്റ് ഇല്ല. തിരുവനന്തപുരത്ത് വരുന്ന കപ്പലിന് മാത്രമേ അറസ്റ്റ് വാറണ്ട് ഇതൊക്കെ കൊടുക്കുന്നത്. തിരുവനന്തപുരത്തെ തകർക്കാനുള്ള ലോബി ഇപ്പോഴും സജീവമായിട്ട് തന്നെ ഉണ്ട്, യാതൊരു സംശയമില്ല. അത് ശരി. കാര്യം അവരെ ഞാൻ ചോദിക്കുന്നത് ഈ ഒരു കപ്പൽ MSC ഷിപ്പിംഗുകാർ കൊച്ചി പോകുന്നുണ്ട്, അവിടെ എന്തുകൊണ്ട് തടസ്സമില്ല? അവിടെ കൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? ഇവിടെ വരുമ്പോൾ മാത്രമേ അവർക്ക് നോട്ടീസും അറസ്റ്റും വിരട്ടും ഒക്കെ വരുന്ന കാര്യം. വിഴിഞ്ഞത്തിനുള്ള ഒരു മുനയാണ് അല്ലേ? തീർച്ചയായിട്ടും മുനയാണ്. മാത്രമല്ല ഇത് അവർ മനസ്സിലാക്കാത്ത MSC ഷിപ്പിംഗ് ഒരു സുപ്രഭാതത്തിന് പറയും ഞങ്ങൾ ഇനി ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നില്ല. അവർക്ക് ഏറ്റവും റെഡിയായി കിടക്കുന്ന ഒരു പോർട്ടാണ് കൊളംബോ പോർട്ട്.
അങ്ങോട്ട് മാറിയാൽ പോരെ. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ഗവൺമെൻറ് തന്നെ ഇടപെട്ടിട്ട് ഇതിന് സൊല്യൂഷൻ ഉണ്ടാക്കണം. അത് കോടതിയിൽ വിടാതെ ഗവൺമെൻറ് പറയും ഞങ്ങളിത് പരിശോധിക്കുന്നുണ്ട്, അതിനുള്ള സൊല്യൂഷൻസ് ഉണ്ടാക്കും. അല്ല ഗവൺമെൻറ് ഇപ്പോൾ കോടതിയിൽ കേസ് വരുമ്പോൾ ഗവൺമെൻറ് അതിനായിട്ടുള്ള ഗവൺമെൻറ് കൗൺസിൽസ് അവിടെ നിന്നിട്ട് വാദിക്കണം. ഗവൺമെൻറ് ഇസ് അഡ്രസ്സിങ് ദിസ് ഇഷ്യൂ എന്ന് പറഞ്ഞത് കോടതി അങ്ങ് വിട്ടത്. അല്ല, മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്കെതിരായിട്ടുള്ള വലിയൊരു അലിഗേഷൻ എന്ന് പറഞ്ഞാൽ വളരെ കാലഹരണപ്പെട്ട കപ്പലുകളാണ് ഇങ്ങോട്ടേക്ക്. അവർ ഇപ്പോൾ അതിൻ്റെ അകത്ത് കണ്ടെയ്നേഴ്സ് അല്ലേ വരുന്നത്. ആരെങ്കിലും മോശപ്പെട്ട കപ്പലിൽ കണ്ടെയ്നേഴ്സ് വിടും, എൻ്റെ പ്രോഡക്റ്റിലേ പോകുന്നത്. അപ്പോൾ ഷിപ്പിംഗ് കമ്പനി ഇപ്പോൾ നമ്മൾ ഫ്ലൈ ചെയ്യുന്ന എയർക്രാഫ്റ്റ് ഇന്നലെ ഉണ്ടാക്കിയ എയർക്രാഫ്റ്റിലൊന്നും അല്ലല്ലോ പറക്കുന്നത്. 25, 26, 30 വർഷമായുള്ള പ്ലെയിനിലല്ലേ നമ്മളെല്ലാം പറന്നുകൊണ്ടിരിക്കും. അതിനുള്ള സിസ്റ്റം ഉണ്ടല്ലോ, ഇതിനുള്ള പ്രോട്ടോകോൾസ് ഉണ്ട്. ആ പ്രോട്ടോകോൾസ് പാലിച്ചാണല്ലോ ഷിപ്പിംഗ് കമ്പനീസ് ചെയ്യുന്നത്. പിന്നെ DG ഷിപ്പിംഗ് എന്ന് പറഞ്ഞൊരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഓർഗനൈസേഷൻ്റെ ഭാഗത്ത് അവർക്ക് എല്ലാ രീതിയിലുള്ള കൺട്രോൾസ് കാണും. അപ്പോൾ അത് അലിഗേഷൻസ് പറയുന്നത് ഭയങ്കര എളുപ്പമാണ്. പക്ഷേ ഈ അലിഗേഷൻ പറയുമ്പോൾ ഓർക്കണം, ഇവരാണ് ഏറ്റവും കൂടുതൽ കണ്ടെയ്നേഴ്സ് മൂവ് ചെയ്യുന്ന ഒരു കമ്പനി. അപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ എന്തോ ധാരണയായിട്ടുണ്ടെന്ന് തോന്നുന്നു ആ പോർട്ടുമായിട്ട്, അല്ലേ? വിഴിഞ്ഞം പോർട്ടായിട്ട് നല്ല ധാരണയുണ്ട്, അവർ സൈൻ ചെയ്തിട്ടുണ്ട്. അവർക്ക് വലിയ രീതിയിൽ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ട്. അവരാണ് ആദ്യം നമ്മുടെ അടുത്ത് വന്ന് കണ്ടപ്പം പറഞ്ഞു ഞങ്ങൾക്ക് 20 acres ഓഫ് ലാൻഡ് വേണം. അപ്പോൾ ഞങ്ങൾ തീർച്ചയായിട്ടും കിട്ടില്ല. അത് ഇപ്പോഴല്ല, ഒരു ഈ വിഴിഞ്ഞം കോൺക്ലേവിന് തൊട്ട് മുമ്പ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് കിട്ടും. അല്ല, അത് 25 lakhs per സെൻറ്റാണ് പറയുന്നത്. അപ്പോൾ 25 ലക്ഷം രൂപ പെർ സെൻറ്റ്. ഞാൻ അപ്പോൾ 250 കോടി രൂപ ഞങ്ങൾക്ക് 10 ഏക്കർ വേണം. 250 കോടി രൂപ ഭൂമിക്ക് മുടക്കെന്ന് പറയുന്നത് ഒട്ടും വയബിളല്ല. അതുകൊണ്ട് നമ്മൾ അതിനെ ഹോൾഡ് ചെയ്തിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു എവിടെ ഈ സ്ഥലം? അപ്പോൾ ചോദിച്ചു വന്നപ്പം ഞാൻ വിളിച്ച് ചോദിക്കുമ്പോൾ കാണാം 7 ലക്ഷം രൂപയുള്ളൂ. അത് ശരി. അന്നേരം വിഴിഞ്ഞം വന്നതോടുകൂടി ആൾക്കാർ ഡബിൾ. അതിനകത്ത് എന്താ പറ്റിയിരിക്കുന്നു പറഞ്ഞാൽ ഗവൺമെൻറ് റെഗുലേറ്റ് ചെയ്യുന്ന ബ്രോക്കർ കമ്മ്യൂണിറ്റി റെഗുലേറ്റ് ചെയ്യണം. അവർ ബ്രോക്കേഴ്സ് വേണം, എല്ലാത്തിനും ബ്രോക്കേഴ്സ് വേണം. പക്ഷേ ബ്രോക്കേഴ്സ് ജെന്യൂൻ ബ്രോക്കേഴ്സ് ആയിരിക്കണം. അവർ ഗവൺമെൻറ് റെഗുലേറ്റ് ചെയ്ത് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഗവൺമെൻറ് ബ്രോക്കേഴ്സ് ആണെങ്കിൽ അവർക്ക് അതിനുള്ള എഗ്രിമെൻറ്റ് സിസ്റ്റം ഉണ്ട്, അതിനായിട്ടുള്ള ഒരു പ്രപ്പോസൽ കൊടുക്കാനുള്ള ഒരു കമ്പീറ്റൻസി ഉണ്ട്. ഇതെന്താ പറ്റുന്നത്, ഒരു ഗ്രൂപ്പ് ഓഫ് ബ്രോക്കേഴ്സ് അങ്ങ് കൂടും. എല്ലാവരും പോയി ഓരോ സ്ഥലത്ത് സെറ്റ് ചെയ്തിട്ട് ഇവരെല്ലാം ഒന്നിച്ച് നിന്ന് ബാർഗിൻ ചെയ്യും. അപ്പോൾ നമുക്ക് വരുന്ന എന്താ പറ്റുമെന്ന് പറഞ്ഞാൽ ഒരു വികസനത്തിന് ഒരു തടസ്സം വലിയ രീതിയിൽ വരുത്തുന്നതാണ് ഇതൊരു വലിയ കാര്യം. എയർപോർട്ടിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ അദാനി ഗ്രൂപ്പ് ഏറ്റെടുത്ത ശേഷം തിരുവനന്തപുരം എയർപോർട്ടിൻ്റെ ഒരു സ്ഥിതി എങ്ങനെയുണ്ട്? എയർപോർട്ടിൻ്റെ ഇതിൽ ഇപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ്സിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട്. ഇപ്പം ഫ്ലൈറ്റിൻ്റെ എണ്ണം ഇച്ചിരി കുറഞ്ഞു. കാരണം ഇൻഡിഗോയുടെ അന്നത്തെ ആക്സിഡൻറ്റിന് ശേഷം, എയർ ഇന്ത്യയുടെ ആക്സിഡൻറ്റ് കഴിഞ്ഞപ്പം ഇൻഡിഗോയുടെ പല ഫ്ലൈറ്റ്സും ഗ്രൗണ്ട് ചെയ്തപ്പം അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പല ഫ്ലൈറ്റ്സും നമുക്ക് കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ ബാംഗ്ലൂർ ഫ്ലൈറ്റ് ആയാലും ചെന്നൈ ഫ്ലൈറ്റ് ആയാലും ബോംബെ ഫ്ലൈറ്റ് കുറഞ്ഞിട്ടുണ്ട്. ഈ ഫ്ലൈറ്റ്സ് എല്ലാം തിരിച്ചു വരുന്നുണ്ട്. തിരിച്ച് ഇപ്പോൾ ഈ വിൻ്റർ ഷെഡ്യൂളിൽ ഇത് വന്നു തുടങ്ങും. അപ്പം അതുകൂടാതെ അവരുടെ വികസനത്തിൻ്റെ ഭാഗമായിട്ട് അവരെ കംപ്ലീറ്റ് അവരുടെ ടെൻഡറും ആ പ്രോസസ്സൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. 1300 കോടി രൂപയാണ് അവർ T2 എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ടടുത്തുള്ള ചാക്കയിൽ വരുന്നത്. ബാക്കി T1 അതിനവർ ഉള്ള ഫെസിലിറ്റി ആയിട്ട് അതിൻ്റെ നിങ്ങൾ കണ്ടു കാണും. അവിടെ എക്സ്റ്റൻഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു ശംഖുമുഖത്ത് കുറച്ചുകൂടെ. പക്ഷേ അവിടെ മെയിനായിട്ടുള്ള ആക്ടിവിറ്റി വരേണ്ടത് T2-ലാണ്. താൽക്കാലികമായിട്ടുള്ള അറേഞ്ച്മെൻറ്റ് അവിടെ ചെയ്യുന്നത്. കൂടാതെ ഇവിടെ സ്വിംഗ് ഡോ പോളിസിയിൽ അവർ വികാസിന് ക്ലിയറൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പല ഫ്ലൈറ്റ്സും ഇനി ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സ് T2-ന് പോകാനായിട്ടുള്ള ക്ലിയറൻസസ് ഉണ്ട്. അപ്പോൾ അതിനും വേണ്ടി അവരിപ്പോൾ അവിടെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൻ്റെ സ്പേസ് കൂട്ടുന്നു. കൂടാതെ അവിടുത്തെ ഓടിക്കോൾ ലോഞ്ച്, ആൾക്കാർ പോകാനുള്ള ലോഞ്ചിൻ്റെ സ്പേസ് കൂട്ടുന്നു. അപ്പം അതൊക്കെ എനിക്ക് തോന്നുന്നു 5 years പിടിക്കും ഇത് വരാൻ, 5 വർഷം. പക്ഷെ അത് കൂടാതെ അവരുടെ ഇപ്പം ഹോട്ടൽ പ്രോജക്റ്റിന് ക്ലിയറൻസ് പോയിട്ടുണ്ട്. ഒരു 5 star ഹോട്ടൽ ആ കോമ്പൗണ്ട് അകത്ത് തന്നെ വരുന്നുണ്ട്. T2-ൻ്റെ അടുത്ത് ചാക്കയിൽ ഈ ചാക്കയിൽ സ്ഥലമുണ്ട്. അദാനി ഗ്രൂപ്പുകാരുടെ ഹോട്ടലാണ്. അത് ബിസിനസ് ഹോട്ടലാണ്. പാസഞ്ചേഴ്സ് വന്നു കഴിഞ്ഞാൽ അവിടെ വന്നിട്ട് ഇപ്പോൾ പെട്ടെന്ന് പോകാനായിട്ടാണെങ്കിൽ വന്ന് മീറ്റിംഗ് കൂടി തിരിച്ചു പോകാം. അതാണ് അവരുടെ മെയിൻ ഇൻറ്റൻറ്റ്. അതോടൊപ്പം തന്നെ എയർപോർട്ട് അപ്പോൾ പക്ഷേ എയർപോർട്ടിൻ്റെ ഇതിൻ്റെ അകത്ത് നമുക്ക് കുറേ 2-3 കാര്യം മനസ്സിലാക്കേണ്ടത്. എയർപോർട്ടിന് ഇപ്പം ടെമ്പററി ലൈസൻസിൽ പോയിക്കൊണ്ടിരിക്കുന്ന എയർപോർട്ടാണ്. അപ്പോൾ അതിന് റെസാർ എന്ന് പറഞ്ഞ ക്ലിയറൻസ് വേണം. റെസാർ എന്ന് പറഞ്ഞാൽ റൺവേ എൻഡ് സേഫ്റ്റി ഏരിയ. അപ്പോൾ ആ ഒരു 150 മീറ്ററോളം റൺവേയുടെ എൻഡ് മുതൽ ആ സ്ഥലം എടുത്താൽ മാത്രമേ നമ്മളെ കംപ്ലയൻസ് വരുള്ളൂ. അപ്പോൾ ആ കംപ്ലയൻസിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ബ്രഹ്മോസ്, നമ്മളെ ചാക്കയിലുള്ള എയർഫോഴ്സ് സ്റ്റേഷൻ, എൻ്റെ ഒരു ക്യാൻറ്റീൻ, ഫയർ സ്റ്റേഷൻ, ആ റോഡ് വരെ അതിലോട്ട് പോകും. അപ്പം നിലവിൽ ഇപ്പം ചാക്കയിൽ വരുന്ന റോഡ് ITIയുടെ ചേർന്ന് പാലത്തിന് ചേർന്ന് ഓൾ സയൻസ് വരെ ആ റോഡ് അങ്ങനെ ആയിരിക്കും. അപ്പോൾ ആ ബാക്കിയുള്ള ഭൂമി ഇതിലോട്ട് വരും. ഇത് കൂടാതെ അവർ ഇപ്പം വള്ളക്കടവ് ഏരിയയിലും അത് വേണ്ടി വരും. പക്ഷേ വള്ളക്കടവ് ഏരിയയിൽ വേണ്ടി വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സോഷ്യൽ ഇമ്പാക്ട് സ്റ്റഡി എന്ന് പറഞ്ഞിട്ട് ഒരു ഹിയറിംഗ് വെച്ചിട്ടുണ്ട്. പക്ഷേ അതിനൊരു പരിഹാരമാർഗ്ഗം കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം സർക്കാരിനില്ലേ? ഉണ്ട്, സർക്കാരാണ് ഏറ്റെടുത്ത് കൊടുക്കേണ്ട. ഇപ്പം ഈ ലാൻഡ് അക്വിസിഷന് കേന്ദ്ര ഗവൺമെൻറ് ഒരു ഫോമുല ഉണ്ട്.
മാർക്കറ്റ് റേറ്റിനാലും കൂടുതലാണ് ഇപ്പോൾ ലാൻഡിൻ്റെ വാല്യൂ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് നാഷണൽ ഹൈവേ ഒക്കെ വരുന്നത്. അപ്പം അവിടെ ലോക്കൽസിൻ്റെ അകത്ത് കുറച്ച് ആൾക്കാർ ഇതിനെ എനിക്കൊന്ന് ചിലപ്പം ഞാൻ പറഞ്ഞ പോലെ ലാൻഡ് സെറ്റ് ചെയ്ത് വെച്ച് കാണും. റിയൽ ഓണർ എല്ലായിരിക്കും പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്. വരുന്ന ലാൻഡൊക്കെ സെറ്റ് ചെയ്തിട്ടിരിക്കുന്ന ബ്രോക്കേഴ്സ് ആയിരിക്കും ഹിയറിങ്ങിന് വന്ന് ഏറ്റവും വെള്ളം ഉണ്ടാക്കാൻ പോകുന്നതെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. വിഴിഞ്ഞത്തിനെതിരായി പ്രവർത്തിച്ച ഒരു ലോബി ഇവിടെയുണ്ട്, എയർപോർട്ടിൻ്റെ കാര്യത്തിൽ സെയിം ആൾക്കാരുണ്ട്. ഉണ്ട്. അത് അന്ന് തന്നെ വിദേശത്ത് ഇത് എവിടെ എല്ലായിടത്തും ഉണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ഒരു വിധത്തിന് ഒരു രീതിയിലും വികസിക്കാൻ പാടില്ല. കാര്യം നമുക്ക് 628 ഏക്കറേ ഉള്ളൂ എയർപോർട്ട്. 1932 വന്ന ഒരു വിമാനത്താവളം, 5ാമത്തെ വിമാനത്താവളമാണ് നമുക്ക് ഈ ഇന്ത്യയിലുള്ളത്. ആ വിമാനത്താവളത്തിന് നമുക്ക് വികസിപ്പിക്കാം. മാത്രമല്ല പൈലറ്റ്സിൻ്റെ ഇടയ്ക്ക് തന്നെ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഏറ്റവും സേഫസ്റ്റ് എയർപോർട്ട് ഇൻ ദ വേൾഡ് ഈസ് ട്രിവാൻഡ്രം. കാര്യം കടലിനാണ് ലാൻഡിങ്. ഇപ്പം നമ്മൾ കൊച്ചിയിൽ വെള്ളപ്പൊക്കം വന്നു, എയർപോർട്ട്സ് ഡൈവേർട്ട് ചെയ്ത് ഇങ്ങോട്ടാണ്. കോഴിക്കോട് പ്രോബ്ലം വന്നു, തിരുവനന്തപുരത്താണ് ഡൈവേർട്ട് ചെയ്ത്. അപ്പം ട്രിവാൻഡ്രം എയർപോർട്ട് എപ്പോഴും ഒരു സേഫ് എയർപോർട്ട്, സേഫ് എയർപോർട്ട്. അപ്പോൾ അതുകൊണ്ട് എയർപോർട്ടിൻ്റെ കാര്യത്തിൽ വികസനം ഇപ്പം നമുക്ക് 100-100 ചിലവാനും ഫ്ലൈറ്റ് ഇപ്പം ഡെയിലി ഉണ്ട്. നേരത്തെ 35 ഫ്ലൈറ്റായിരുന്നു 2019 കിടന്നത്. ഇപ്പം 100 ഫ്ലൈറ്റ് മുകളിൽ ഡെയിലി പോകുന്നുണ്ട്. 5000 പേര് യാത്ര ചെയ്യുന്നിടത്ത് ഇപ്പം നമുക്ക് 16000 പേര് യാത്ര ചെയ്യുന്നുണ്ട്. ആ രീതിയിലേക്ക് ഇപ്പം എനിക്കൊന്ന് ഈ ഡിസംബറൊക്കെ ആകുമ്പം നമുക്കൊരു 20,000 പേരോളം ട്രാവൽ ചെയ്യും. 20,000 പെർ ഡേ ആണ്. കൂടാതെ ഇപ്പോൾ ഞങ്ങൾക്ക് ഇപ്പം എയർ ഏഷ്യയായിട്ട് ഞങ്ങളിപ്പോൾ ഒരു മീറ്റിംഗ് കഴിഞ്ഞ ആഴ്ച. എയർ ഏഷ്യയിൽ ഞങ്ങൾക്ക് ഒരു റിക്വസ്റ്റ് കൊടുത്തു, അവർക്കും താല്പര്യമുണ്ട്. ആഴ്ചയിൽ 3 ഫ്ലൈറ്റ് ടു ബാങ്കോക്ക്, എയർ ഏഷ്യയുടെ ഫ്ലൈറ്റ്, ഡയറക്റ്റ് ഫ്ലൈറ്റ്. അപ്പോൾ അതിന് നമ്മൾ പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. അവർക്കും താല്പര്യമുണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. മലേഷ്യൻ എയർലൈൻസ് 3 ഫ്ലൈറ്റ് വെച്ച് തുടങ്ങി. ഞങ്ങൾ അവരുമായിട്ട് നിരന്തരമായിട്ട് നമ്മളൊരു ചർച്ച നടത്തിയ ശേഷം അത് 5 ഫ്ലൈറ്റാക്കുക. ഇപ്പോൾ അവരെ നമുക്ക് കത്തയച്ചു, ഡിസംബർ മുതൽ ഡെയിലി ഫ്ലൈറ്റാണ്. അത് ശരി, മലേഷ്യക്ക്. അപ്പോൾ ആ ഏരിയയിലേക്ക്, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്കും പോകാനായിട്ട് പല രാജ്യത്ത് പോകാനുള്ള ഒരു കണക്ടിവിറ്റി നമുക്ക് വരുന്നു. അത് ടൂറിസം മേഖലയുടെ ഒരു വളർച്ച. അല്ലെങ്കിൽ ഇപ്പോൾ അദാനിയുടെ ഒരു 5 സ്റ്റാർ ഹോട്ടൽ എയർപോർട്ടിൽ വരുന്നെന്ന് പറഞ്ഞ പോലെ അത്തരം ഹോട്ടൽസ് കൂടുതലായിട്ട് വരുന്നുണ്ടോ? ഉണ്ട്, ഹോട്ടൽസ് ഇപ്പോൾ നന്നായി വരുന്നുണ്ട്. ശ്രീ യൂസഫ് അലി അദ്ദേഹമാണ് ആദ്യം നമ്മുടെ ഹയാത്ത് ഹോട്ടൽ, ഇപ്പം അന്ന് താജ് മാറി ഹയാത്ത് കൊണ്ടുവന്നു. അതേ ഇപ്പം ഈ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ചാക്കയ്ക്കടുത്ത് നമുക്ക് ആ മേൽപ്പാലം കയറുമ്പം നമുക്ക് ഇടത്തെ സൈഡ് വർഷങ്ങളോളം മുടങ്ങിക്കിടന്ന ഒരു കെട്ടിടം ഉണ്ടായിരുന്നു, ക്ലബിന് വേണ്ടി ഉണ്ടാക്കിയ. ആ സ്ഥലം ശ്രീ യൂസഫ് അലി ഏറ്റെടുത്തു. അതിൻ്റെ ചേർന്ന് കിടക്കുന്ന ഭൂമി പുള്ളി വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു ഹയാത്തിൻ്റെ സെൻട്രിക്സ് എന്ന് പറഞ്ഞൊരു ലോവർ വേർഷൻ ഹോട്ടൽ അവിടെ വരുന്നുണ്ട്. അതിന് അദ്ദേഹം കുറച്ചുകൂടെ ഭൂമി നോക്കുന്നത് ഒരു 1500-2000 പേര് ഇരുത്താൻ പറ്റുന്ന രീതിയിലും പാർക്കിംഗ് ആണല്ലോ. അപ്പോൾ നിലവിൽ പാർക്കിംഗ് റിക്വയർമെൻറ്റ് കവർ ചെയ്യാൻ പറ്റിയാൽ ഒരു 1500-2000 പേര് അവിടെ ഇരുത്താൻ പറ്റുന്ന കൺവെൻഷൻ സെൻറ്ററും വരും. അതുണ്ട്. കൂടാതെ നമുക്കിപ്പം ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് വേൾഡ് ട്രേഡ് സെൻറ്ററിന് ബ്രിഗേഡ് ഗ്രൂപ്പ് കേരള സർക്കാരുമായിട്ട് സംസാരിച്ചു. അത് കാർണിവലിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്, നമ്മളെ കാർണിവൽ ഗ്രൂപ്പ്. അപ്പോൾ അവരവിടെ നേരത്തെ തിയേറ്റർ നടത്തുന്നത് കാർണിവൽ ഗ്രൂപ്പിൻ്റെ ഒരു പണ്ട് ഇൻഫോ പാർക്ക്, ലീല ഇൻഫോ പാർക്കായിരുന്നു. ലീല ഇൻഫോ പാർക്ക് ഏറ്റെടുത്തത് കാർണിവൽ ഗ്രൂപ്പാണ്. കാർണിവൽ ഗ്രൂപ്പ് ബാക്കിൽ വലിയൊരു പദ്ധതിയായിട്ട് വന്നപ്പോഴാണ് കാർണിവൽ ഗ്രൂപ്പിന് അവർക്കായിട്ടുള്ള അവർ കമ്പനിക്കകത്തുള്ള പ്രശ്നങ്ങളൊക്കെ വന്നപ്പം അവരത് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങളുടെ ഭാഗത്ത് നമ്മൾ ഈ ബ്രിഗേഡ് ഗ്രൂപ്പ് വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ കാര്യം പറയുമ്പോഴും ഞങ്ങൾ സജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, നല്ല പ്രോപ്പർട്ടിയാണ്. അവർ പോയി കണ്ടപ്പോൾ നന്നായി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ സ്ഥലത്ത് അവരിപ്പോൾ ഒപ്പിട്ട് കഴിഞ്ഞു. കാർണിവൽ ഗ്രൂപ്പ് ഇവർക്ക് കൈമാറുന്നു. എവിടെയാണ് സ്ഥലം? ഫേസ് 1 ടെക്നോ പാർക്ക്, ഫേസ് 1 ഇൻഫോ പാർക്ക്, ലീല ഇൻഫോ പാർക്ക് തൊട്ട് ബാക്കിൽ. അവിടെ വലിയൊരു വേൾഡ് ട്രേഡ് സെൻറ്റർ വരുവാണ്. അതുകൂടാതെ അതിന് ചേർന്ന് കിടക്കുന്ന സ്ഥലത്ത് ഒരു 5 സ്റ്റാർ ഹോട്ടലും വരുന്നുണ്ട്. അത് മാരിയറ്റ് ആണെന്നാണ് ഞാൻ കേട്ടത്. മാരിയറ്റ് പക്ഷേ നേരത്തെ തുടങ്ങിയിട്ട് മാറിയായിരുന്നു. മാരിയറ്റ് നേരത്തെ തുടങ്ങിയത് എവിടെ നിന്ന് നമ്മുടെ ഈ ഗോകുലം ഗ്രാൻഡ് ആദ്യം BR ഷെട്ടിയുടെ കീഴിലായിരുന്നല്ലോ. അത് പിന്നെ കൈമാറിയിട്ടാണ് പിന്നെ അത് ആൻഡോ എന്ന് പറഞ്ഞ ആൾ വാങ്ങിച്ചു, റിപ്പോർട്ടർ ചാനലിൽ. ആൻഡോ വഴിയാണ് അത് എനിക്കൊന്ന് ശ്രീ ഗോകുലം ഗോപാലൻ ഏറ്റെടുത്ത ശേഷം അത് ഗോകുലം ഗ്രാൻഡ് പുള്ളിയുടെ സ്വന്തം ബ്രാൻഡ് തന്നെ വന്നു. അപ്പോൾ ഇപ്പം മാരിയറ്റിന് ഇപ്പോൾ ഒരു ബ്രാൻഡ് ഇല്ല അവിടെ. അപ്പം മാരിയറ്റിൻ്റെ ഹോട്ടലിൽ വരുന്നു. കൂടാതെ നമുക്ക് വേറൊരു ഹോട്ടൽ പ്രോജക്റ്റ് ആക്കുളത്തിനും ഉള്ളൂരിൻ്റെ ഇടയ്ക്ക് ഒരു 2 ഏക്കേഴ്സ് പ്രോപ്പർട്ടി നമുക്കറിയാനുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം ഇപ്പം പേര് പറയേണ്ടതെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു 2 ഏക്കറിൻ്റെ അകത്ത് ഒരു താജ് ഹോട്ടൽ വരുന്നുണ്ട്. അതിൻ്റെ ഡിസൈനിങ് സ്റ്റേജ് ആയിക്കഴിഞ്ഞു. കോവളം കേന്ദ്രീകരിച്ചുള്ള ഡെവലപ്മെൻറ്റ് എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. വിഴിഞ്ഞത്തെ ഒരു 270 റൂംസിൻ്റെ ഹോട്ടൽ ആർടെക് ഗ്രൂപ്പ്
അവരുടെ ഒരു ഹോട്ടൽ വരുന്നുണ്ട്, അത് ശരി. ഹാർടെക് വേവ്സ് എന്ന് പറഞ്ഞുണ്ട്. ഓഹോ. അതും അവർ വലിയൊരു ചെയിനുമായിട്ട് ടൈ അപ്പ് ചെയ്ത് വരുവാണ്. കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ എന്തെങ്കിലും വരുന്നുണ്ടോ? കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് അതിന് അവർക്കും ഈ ഹോട്ടലിൻ്റെ പദ്ധതിയിലോട്ട് കയറാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു സ്ഥലം ഏറ്റെടുത്തായിട്ട് എനിക്കറിയത്തില്ല. ഇപ്പോൾ ഈ കോവളത്തിൻ്റെ കാര്യം പറയുമ്പോൾ കോവളവും ഒരു അന്താരാഷ്ട്ര വിനോദസഞ്ചാര ഭൂപടത്തിൽപ്പെട്ട ഒരു സ്ഥലമാണ്. അതനുസരിച്ചുള്ള ഒരു വികസനം അവിടെ നടക്കുന്നുണ്ടോ? അവിടെ സർക്കാർ കുറച്ചുകൂടെ ഫോക്കസ് കൊടുക്കണം. അപ്പോൾ ചില ആൾക്കാർ പറഞ്ഞു അവിടെ ഷിപ്പ് റിപ്പയർ യാർഡ് വേണം. ഇപ്പോൾ ചെറുപ്പക്കാർ പറഞ്ഞു, ഞാൻ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ ഭാഗത്ത് എതിർപ്പ് പറഞ്ഞു. ഞാൻ എതിർപ്പല്ല പറഞ്ഞു, പൂവാറിലാണ് ഷിപ്പ് റിപ്പയർ യാർഡ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഷിപ്പ് റിപ്പയർ യാർഡിൻ്റെ പ്രോബ്ലം പൊല്യൂഷൻ എന്നാൽ നമ്മൾ ടൂറിസം പോകും. അതെ അതെ. ആ കടലിൻ്റെ ഭംഗി എന്ന് പറയുന്നത് അവിടെ ആൾക്കാർ വരുന്നത് പോലും ടൂറിസത്തിന് വേണ്ടിയാണ്. അപ്പം നമുക്ക് പൊല്യൂഷൻ ഇല്ലാത്ത ഷിപ്പ് റിപ്പയർ ആണെങ്കിൽ നമുക്ക് ഒരു പ്രോബ്ലം ഇല്ല. അപ്പം ലോകത്ത് എവിടെയെങ്കിലും പൊല്യൂഷൻ ഇല്ലാത്ത ഷിപ്പ് റിപ്പയർ ഉണ്ടെങ്കിൽ കാണിച്ചു തരിക, തീർച്ചയായിട്ടും ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ അതൊരു സൈഡ്. കൂടാതെ നമുക്ക് ഗവൺമെൻറ് ഫോക്കസ് ചെയ്യേണ്ടത് കോവളം ഒരു ഡെസ്റ്റിനേഷനാക്കി മാറ്റണം. കാരണം ക്രൂയിസിന് വരും. അപ്പോൾ ക്രൂയിസ് വരുമ്പം കപ്പൽ, ടൂറിസ്റ്റ് കപ്പൽ വരും. അവർ സിറ്റി ഒരു ദിവസം, ഞാനിപ്പോൾ ഒരു അടുത്ത കാലത്ത് ഒരു ക്രൂയിസിന് പോയിട്ട് വന്നതാണ്. അത് നമ്മൾ പല രാജ്യത്തും പോകാൻ പറ്റും. അപ്പം ക്രൂയിസ് കപ്പൽ സാധാരണ ചെയ്യുന്നത് ഒരു പോയിൻ്റ് വന്ന് ഒരു സ്ഥലത്ത് അത് ആങ്കർ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ പാസഞ്ചർ പുറത്ത് പോകാം. പുറത്ത് പോയി ആ നഗരം മൊത്തം കണ്ടിട്ട് വൈകിട്ടാകുമ്പോൾ തിരിച്ച് കയറാം. അപ്പോൾ അതൊരു വലിയൊരു ഇതാണ്. അപ്പോൾ അവർക്ക് നഗരത്തിൽ വരുമ്പം അവർക്ക് കാണേണ്ട സ്ഥലങ്ങൾ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ ചേംബർ ഓഫ് കോമേഴ്സ് ട്രാൻഡ്രം ക്രോണിക്കിൾ എന്ന് പറഞ്ഞ ബുക്ക് ഇറക്കി. 184 സ്ഥലങ്ങളുണ്ട് തിരുവനന്തപുരത്ത് കാണാനായിട്ട്. അത് ശരി. ഒരു സിറ്റി ടൂർ ഒക്കെ അതിനകത്ത് അവർക്ക് വർഷിപ്പ് ദേവാലയങ്ങൾ കാണണമെങ്കിൽ അത് സെപ്പറേറ്റ് ഉണ്ട്. അവർക്ക് ഹാൻഡ്ലൂം ആണെങ്കിൽ കാണാൻ, അങ്ങനെ ആ ബുക്കിൻ്റെ അകത്ത് ഏതൊക്കെ കാര്യങ്ങൾ തിരുവനന്തപുരത്ത് കാണാൻ പറ്റുന്ന അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഓ അത് ശരി. അപ്പോൾ ആ ബുക്ക് ഇറങ്ങിയിട്ടുണ്ട്, സോഫ്റ്റ് കോപ്പി ഉണ്ട് നമ്മുടെ കയ്യിൽ. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും തിരുവനന്തപുരം നഗരത്തിന് ശ്വാസം മുട്ടുന്ന രീതിയിൽ ട്രാഫിക് ബാഹുല്യം. ഇപ്പം റോഡുകളിൽ ഇപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ മണിക്കൂറുകൾ ക്യൂ നിന്നാൽ കടന്നാലേ വണ്ടി അത് നമ്മൾ കൊച്ചിയിൽ നടക്കുന്നതും ബാംഗ്ലൂർ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം കണ്ടുപിടിക്കണം. അത് ഇവിടെ വരാതിരിക്കാനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അടിയന്തരമായിട്ട് ഇപ്പം നമ്മൾ ശ്രീകാര്യം മേൽപ്പാലം വരണം, ഓക്കെ, പട്ടം മേൽപ്പാലം വരണം. ഈ മേൽപ്പാലങ്ങളായിരിക്കും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ. വട്ടിയൂർക്കാവ്, പേരുകട. അപ്പോൾ ഈ ബ്ലോക്സ് വരുന്ന അതുകൊണ്ട് മാത്രമല്ല, നമ്മൾ ഒരു അടുത്ത കാലത്ത് ഒരു ഹൈക്കോടതിയിലൊരു കേസ് കൊടുത്തിരുന്നു. ഈ സമരങ്ങൾ മൊത്തം MG റോഡും രാജ്ഭവൻ്റെ അവിടെയാണ് നടക്കുന്നത്. സമരത്തിന് നമ്മൾ ആരും എതിരല്ല, സമരം ചെയ്യുന്ന രീതിയിലും എതിരല്ല. പക്ഷേ ഇത് പബ്ലിക്കിന് ന്യൂസൻസ് ഉണ്ടാക്കി. ഈ ഇപ്പം ഫോർ എക്സാമ്പിൾ പാളയം മുതൽ സ്റ്റാച്യു വരെയുള്ള നമ്മുടെ മെമ്പേഴ്സിൻ്റെ കടക്കാരുണ്ട്. അവർ മെമ്പറായാലും മെമ്പർ അല്ലെങ്കിലും ഈ കടക്കാർക്ക് ഒരു വർഷം 100-120 ദിവസം കൂടുതൽ തുറക്കാൻ പറ്റില്ല. മാക്സിമം ബൈ 200 days. എല്ലാ ദിവസവും ട്രാഫിക് ഡൈവേർഷൻ, കല്ലെറിയൽ, ലാത്തി ചാർജ്. ഇപ്പം മരക്കാർ മോട്ടോഴ്സ് തന്നെ എടുത്താൽ മതി. അവർ തന്നെ പറയുന്നുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഷട്ടർ ഇടേണ്ടി വരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു കേസ് കൊടുത്തായിരുന്നു. നമ്മൾ പറഞ്ഞു ഇത് ഫണ്ടമെൻ്റൽ റൈറ്റ്, അവർക്ക് സ്ട്രൈക്ക് ചെയ്യാനുള്ള റൈറ്റ് പോലെ തന്നെ നമുക്ക് ബിസിനസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, യാത്ര ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ആ റൈറ്റിന് കേർബ് ചെയ്തുകൊണ്ട് ഒരു ഡെമോൺസ്ട്രേഷൻ അനുവദിക്കാൻ പാടില്ല. അപ്പോൾ അത് ഗവൺമെൻറ് ഇൻസ്ട്രക്ഷൻ കൊടുക്കണം, ഡയറക്ഷൻ കൊടുത്തിട്ട് ഇവർക്കൊരു സ്ഥലം കണ്ടുപിടിക്കുക, ഡൽഹി പോലെ. അപ്പോൾ ഡൽഹി പോലെ ഒരു ബോട്ട് ക്ലബ്ബോ അല്ലെങ്കിൽ ജന്തർ മന്ദിർ ആ സ്ഥലത്ത് പോയി സ്ട്രൈക്ക് ചെയ്തിട്ട് അവർക്ക് വേണ്ടി വരുന്ന പബ്ലിസിറ്റിയാണ്. അവിടെ ക്യാമറ എല്ലാം വെച്ച് കൊടുക്കുക. കാരണം ക്യാമറ ഇല്ലാതെ സമരം ചെയ്യില്ല, കാരണം ഇതൊക്കെ ആൾക്കാർ കാണണ്ടേ. അതുപോലെ തന്നെ ഇപ്പോൾ അടുത്ത കാലത്ത് വന്നിരിക്കുന്ന പ്രവണത രാജ്ഭവൻ ഒരു ക്രിട്ടിക്കൽ റോഡാണ്. അത് നെടുമങ്ങാട് RTR റോഡൊക്കെ കണക്ട് ചെയ്യുന്ന സ്ഥലമാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്കൂൾസുള്ള നിർമ്മല ഭവൻ, ഹോളി ഏഞ്ചൽസ്, പിന്നെ ക്രൈസ്റ്റ് നഗർ, ഈ സ്കൂൾസ് എല്ലാം ആ ഭാഗത്താണ്. പിന്നെ ഏറ്റവും കൂടുതൽ അവിടെ നടക്കുന്നത് ഓഫീസസ്. ഇതിനൊക്കെ തടഞ്ഞുകൊണ്ട് റോഡിൽ തന്നെ കസേരയിട്ട് സമരം ചെയ്യുക. എന്നിട്ട് കോടതി വിധിയുണ്ട്, ഫുട്പാത്തും റോഡൊന്നും ബ്ലോക്ക് ചെയ്തുകൊണ്ട് സമരം ചെയ്തുവിടാനുണ്ട്. ഞങ്ങളത് കേസ് കൊടുത്തു. കോടതിയുടെ പരിഗണനയിലല്ല, കേസ് കൊടുത്തു. ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് മണികുമാറിന് മുമ്പേ വന്നു. ആ കേസ് നമ്മൾ ആർഗ്യൂ ചെയ്തു. അപ്പോൾ അദ്ദേഹം എന്തുകൊണ്ടാണ് അറിയത്തില്ല, അദ്ദേഹം പറഞ്ഞു ദർ ഓൾറെഡി എ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ ദാറ്റ് ദിസ് ഷുഡ് നോട്ട് ബി പെർമിറ്റഡ്. അത് ഇമ്പോസ് ചെയ്യുന്നത്, റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് ഗവൺമെൻറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് വെച്ച് ആ കേസ് തള്ളി. ഞങ്ങളിപ്പോൾ സുപ്രീം കോടതിയിൽ പോവുകയാണ്. അത് ശരി. കാര്യം അതല്ല എൻ്റെ ഡിസിഷൻ. നമ്മൾ പറഞ്ഞ ഗവൺമെൻറ്റിനെ പുള്ളപ്പ് ചെയ്യണം, ഗവൺമെൻറ്റിനെ വിളിച്ചു വരുത്തി എന്തുകൊണ്ട് ഇത് നടപ്പിലാക്കുന്നില്ല. ഇത് ഡെയിലി പേപ്പറിൽ ഇതൊന്നും സീക്രട്ട് അല്ല, ഡെയിലി പേപ്പറിൽ ഫോട്ടോ ഉണ്ട്, ഫോട്ടോ അതിന് പ്രൂഫാണ്. അപ്പോൾ സെക്രട്ടറി നടയിൽ ചെയ്യുന്ന സമരവും രാജ്ഭവൻ്റെ നടയിൽ നടക്കുന്ന സമരവും എല്ലാം
എല്ലാം പേപ്പറിൽ വാർത്ത വരുന്നതാണ്. പേപ്പർ തന്നെ ഞങ്ങൾ നമ്മൾ പേപ്പർ തന്നെ അവിടെ കടലാസായിട്ട് അവിടെ പ്രൊഡ്യൂസ് ചെയ്തു, കോടതി കൊടുത്തു. അവരെല്ലാം ഫോട്ടോസ് കണ്ടു. പക്ഷെ ആ സമയത്ത് അദ്ദേഹം റിട്ടയർ ചെയ്യുന്ന സമയമായിരുന്നു. അപ്പോൾ അദ്ദേഹം റിട്ടയർ ചെയ്യുന്നു വേറെ അപ്പോൾ ഇപ്പം നമ്മൾ ഒന്നുകൂടെ ചിന്തിക്കുന്നുണ്ട്, ഒന്ന് സുപ്രീം കോടതി പോകണമല്ല തിരിച്ച് നമുക്ക് ഒരു റിവ്യൂ പെറ്റീഷൻ ഒന്നുകൂടെ പോകാൻ പറ്റുമെന്നുള്ള. മെഡിക്കൽ സെക്ടറിൽ എന്തൊക്കെ പുരോഗതിയായിരുന്നു? മെഡിക്കൽ സെക്ടറിൽ വന്ന ഏറ്റവും വലിയ ഒരു ചാഞ്ചാട്ടം എന്ന് പറയുന്നത്, അതിൽ ഏറ്റവും വന്ന ഒരു വലിയൊരു ബൂസ്റ്റിംഗ് വന്നത് ഈ ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറഞ്ഞ ഒരു കമ്പനി, ലോകത്തെ ഏറ്റവും വലിയ പ്രൈവറ്റ് എക്വിറ്റി കമ്പനിയാണ്. ഈ കമ്പനി തിരുവനന്തപുരത്ത് വന്ന് കിംസിൽ 5000 കോടി രൂപ മുടക്കി. അപ്പോൾ ബ്ലാക്ക് സ്റ്റോണിനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ലോകത്തെ എല്ലാ കമ്പനീസും ഉണ്ട്. ബ്ലാക്ക് സ്റ്റോൺ എവിടെയൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളത്. അപ്പം ബ്ലാക്ക് സ്റ്റോൺ ഒരിടത്ത് ഇൻവെസ്റ്റ് ചെയ്താൽ അവിടെ പൊട്ടൻഷ്യൽ ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെത്. 5000 കോടി രൂപ മുടക്കിയ ശേഷം കാണാം പല ഇൻവെസ്റ്റേഴ്സും തിരുവനന്തപുരത്ത് വന്ന് ഈ ഹോസ്പിറ്റൽ കൊടുക്കുമോ, SUT ഹോസ്പിറ്റൽ കൊടുക്കുമോ, അനന്തപുരി കൊടുക്കുമോ, മെഡിഫോർട്ട് കൊടുക്കുമോ, നിങ്ങൾക്ക് പരിചയം ഉണ്ടെങ്കിൽ ഒന്ന് ഞങ്ങൾ മീറ്റ് ചെയ്യിപ്പിക്കണം. അങ്ങനെയുള്ള ഇൻവെസ്റ്റേഴ്സ് വരാൻ തുടങ്ങി. ഇപ്പോൾ ബ്ലാക്ക് സ്റ്റോൺ ഈ കിംസ് ഏറ്റെടുത്തു. കിംസിൻ്റെ മാനേജ്മെൻറ്റ് ഭാഗമായി ഡോക്ടർ സഹദുല്ല തന്നെ അതിൻ്റെ ചെയർമാനായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നു. അവരത് നടത്തിപ്പോൾ അവർക്ക് നടത്തണം. ബേസിക്കലി അവരുടെ ജോലി എന്ന് പറയുന്നത് അവർ ഓപ്പറേറ്റ് ചെയ്ത് മാനേജ് ചെയ്ത് കൊടുക്കണം. അതിനുള്ള കോമ്പൻസേഷൻ അവർ കൊടുക്കും. പക്ഷെ അല്ലാതെ അവരുടെ ഷെയർസിൻ്റെ വാല്യൂ, ഞാൻ പോലും നമ്മളെല്ലാം 10 രൂപയുടെ ഷെയർ വാങ്ങിച്ചത് പല ആൾക്കാർക്കും ഷെയർ ഇപ്പം 300-400 രൂപയായി. ശരി. അപ്പോൾ അതിൽ അന്ന് കിംസിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർക്കൊക്കെ നല്ല രീതിയിലുള്ള റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആസ്റ്റർ മെഡിസിറ്റിയുടെ വർക്ക് ഇപ്പോൾ തീർന്നുകൊണ്ടിരിക്കുന്നു. ആക്കുളം പാലത്തിൻ്റെ അപ്പുറത്ത് ഡോക്ടർ ആസാദ് മൂപ്പനെ ഒരു 3 ആഴ്ചയ്ക്ക് മുമ്പ് കൊച്ചി വെച്ച് കണ്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ എല്ലാം നേരെ പോവുകയാണെങ്കിൽ അടുത്ത 10-11 മാസത്തിനകത്ത് ഇനോഗ്രേറ്റ് ചെയ്യാമെന്ന് പറയുന്നു. അപ്പോൾ ആസ്റ്റർ മെഡിസിറ്റി വരുന്നു. അപ്പോളോക്കാർ തിരുവനന്തപുരത്ത് സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് ഏറ്റവും ഹൈ എൻഡ് ഉള്ള ക്യാൻസർ സെൻറ്റർ തുടങ്ങാനാണ്. അവർ പറയുന്നത് ഏറ്റവും ക്യാൻസർ പേഷ്യൻസ് ഏറ്റവും കൂടുതൽ വരുന്ന കേരളത്തിനാണ്. അപ്പോൾ മെഡിക്കൽ രംഗത്ത് ഭയങ്കര ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സാധാരണക്കാരന് കയറാവുന്ന ആശുപത്രി ഇല്ലല്ല. കാര്യം അത് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഇൻവെസ്റ്റേഴ്സ് വരുമ്പം അതിൻ്റെ ഇവരുടെ കംപ്ലീറ്റ് കോസ്റ്റ് അങ്ങ് മാറും. നമ്മളിപ്പോൾ നേരത്തെ 1000 രൂപയ്ക്ക് പോയി കിംസ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പം ഇപ്പോൾ അത് 5000 രൂപ ആവും. കാര്യം ഇൻവെസ്റ്റേഴ്സ് വരുമ്പം അതിലായിട്ടുള്ള ഒരു ലിവറേജ് വരും. പക്ഷേ ഏറ്റവും കൂടുതൽ മെഡിക്കലായിട്ടുള്ള ഒരു ഗ്രോത്ത് വരുന്നുണ്ട്. ശ്രീ ക്രിസ് ഗോപാലകൃഷ്ണൻ ഇപ്പം നമ്മുടെ ചിത്ര മെഡിക്കൽ സെൻ്ററിൻ്റെ പ്രസിഡൻ്റാണ്. ഇപ്പം അദ്ദേഹം ഏറ്റെടുത്ത ശേഷം അദ്ദേഹം പറയുന്നു അവിടെ ഏറ്റവും കൂടുതൽ സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് എക്യുപ്മെൻറ്റ്സ് വന്ന് കിടക്കുക, ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥലമില്ല. അപ്പോൾ അദ്ദേഹം പറയുന്നു നമുക്ക് സ്ഥലമില്ല. അപ്പോൾ നമുക്ക് ഗവൺമെൻറ് സ്ഥലം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ നോക്കുന്ന ലൈഫ് സയൻസ് പാർക്കിൽ കുറച്ച് സ്ഥലം കിട്ടിയാൽ അവിടെ എടുക്കാമെന്നുള്ള അവരുടെ ഭാഗത്ത് ഇങ്ങനെ ഒരു സംസാരം ഉണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു, സർ നിങ്ങൾക്ക് 27 ഏക്കർ സ്ഥലം മുടവൻ മുകളിലുണ്ട്. ആ മുടവൻ മുകളിൽ അപ്പം പറഞ്ഞാൽ അത് ഹെറിറ്റേജ് സോണാണ്. ഞാൻ പറഞ്ഞില്ല, ഹെറിറ്റേജ് സോണിൽ വരുന്ന ആ പാലസാണ്. പാലസിൻ്റെ ചുറ്റുപാട് ഹെറിറ്റേജ് അല്ല. അപ്പോൾ പറഞ്ഞ് മരങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ് നോക്കിയിട്ട് അതിൻ്റെ കംപ്ലീറ്റ് നമ്മൾ ട്രീ അവിടെ ഇവാലുവേറ്റ് ചെയ്തിട്ട് വലിയ വലിയ മരം മുറിക്കാത്ത രീതിയിൽ ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ അവിടെ ഒരു ഹോസ്പിറ്റൽ ചെയ്യണോ വേണ്ടോ എന്നുള്ള അവരുടെ മാനേജ്മെൻറ്റ് കമ്മിറ്റി തീരുമാനിക്കണം. കാര്യം അതൊരു റിസർച്ച് സെൻ്ററാണ്. അപ്പോൾ അവർക്ക് അതിപ്പോൾ RCC പുതിയ ഡയറക്ടർ വന്നിട്ട് ഡോക്ടർ രജനീഷ് വന്നു. ഡോക്ടർ രജനീഷ് വന്ന അനന്തരവനാണ്. അദ്ദേഹത്തിന് ഭയങ്കര വിഷനുണ്ട്. ഇതിനെ വേറൊരു സെൻറ്റർ ഓഫ് എക്സലൻസ് ആക്കി മാറ്റാനായിട്ട് എല്ലാ ഭാഗത്തും തിരുവനന്തപുരത്തുള്ള എല്ലാ ചേംബർ ഓഫ് കോമേഴ്സിനെ സമീപിച്ചിട്ടുണ്ട്. നമ്മൾ ഏത് രീതിയിൽ സഹായിക്കാം. പല ഫെസിലിറ്റീസും അവിടെ ഗവൺമെൻറ് അതിന് ഫണ്ട് കിട്ടില്ല. അപ്പോൾ അതിന് CSR ഫണ്ട് ടാപ്പ് ചെയ്ത് അവിടെ നമുക്കത് ആ ഫെസിലിറ്റി കൊടുത്ത് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വാസം. നമ്മൾ അദ്ദേഹത്തിൻ്റെ കൂടെ സഹകരിക്കുന്നുണ്ടെന്നുള്ളതാണ്. IT സെക്ടറിൽ ഇപ്പോൾ IT സെക്ടർ പൊതുവെ താഴോട്ടാണോ അതോ? ഇല്ല, IT സെക്ടർ ഭയങ്കര ഗ്രോത്ത് നിൽക്കുക. കാര്യം IT സെക്ടറിലാണ് ഇപ്പോൾ ഗ്രോത്ത് വരുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ 75,000 പേര് 80,000 പേരുള്ളിടത്ത് 1,00,000 പേരോളം വർക്ക് ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് പക്ഷേ ചില പ്രമുഖ കമ്പനികൾ ജീവനക്കാരെയൊക്കെ അതെന്താണെന്ന് പറഞ്ഞാൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുമ്പം ഒരു 30% ഡിസ്പ്ലേസ്മെൻറ്റ് വരും എന്നുള്ളതാണ് പുതിയ ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ കുറേ ഒബ്സർവേഷൻസ് പറയുന്നത്. കാര്യം അത് ഇനി അങ്ങോട്ട് പോകുന്നതോറും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരും. അപ്പോൾ അത് ഡിസ്പ്ലേസ് ചെയ്യുന്ന 30%ഓളം ടെക്നോ പാർക്ക് ടെക്കീസിനായിരിക്കും. അപ്പോൾ അവർ തന്നെ റീഓറിയൻറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് സൺ ടെക് കമ്പനി അവർ സെക്കൻഡ് ഫേസ് തുടങ്ങുന്നു. ഇന്നലെ ടോറസിലെ ശ്രീ അജയ് പ്രസാദ്, ഇന്ത്യ ടോറസ് MD അമേരിക്കയിലാണ്,
അതേ ഇന്നലെ ഉണ്ടായിരുന്നു. അവരുടെ സെക്കൻഡ് ഫേസ് NGT കിടക്കുമായിരുന്നു. അത് മറികടന്നുകൊണ്ട് അവർ സെക്കൻഡ് ഫേസ് തുടങ്ങുകയാണ്. അപ്പോൾ അവിടെ ഒരു വലിയ പ്രോജക്റ്റ് വരുന്നു. ഗോകുലം ഗോപാൽ ചേട്ടൻ കഴിഞ്ഞ പ്രാവശ്യം പുള്ളിയുടെ ബർത്ത്ഡേ സെലിബ്രേഷനിൽ ഞങ്ങളെ ഭാഗത്ത് ഞങ്ങളൊരു അപ്പീൽ കൊടുത്തു. ചേട്ടൻ ഇവിടേക്ക് ഇത്രയൊക്കെ ചെയ്തല്ലോ, ചേട്ടൻ ഒരു IT പാർക്കും ഒരു ലോജിസ്റ്റിക് പാർക്ക് തുടങ്ങിക്കൂടെ എന്ന് പറഞ്ഞു. പക്ഷേ അത് നമ്മൾ വിചാരിച്ച അദ്ദേഹം അത് കേൾക്കും വിട്ടേക്കാണ്. പക്ഷെ അതിന് തുടർച്ചയായിട്ട് അതിന് ഫോളോ അപ്പ് നടക്കുന്നുണ്ട്. അദ്ദേഹം IT മേഖലയിൽ IT പാർക്കിൻ്റെ കാര്യം പിന്നെ ലോജിസ്റ്റിക് പാർക്കിൻ്റെ കാര്യം നോക്കുന്നുണ്ട്. യൂസഫ് അലിയെടുത്ത് ഞങ്ങൾ ഇതേ റിക്വസ്റ്റ് കൊടുത്തു. അദ്ദേഹം സീരിയസ് ആയിട്ട് ടെക്നോ പാർക്ക് ഫേസ് 3 സ്ഥലം നോക്കുന്നു. കൂടാതെ തന്നെ ലോജിസ്റ്റിക് പാർക്കിന് വേണ്ടി വിഴിഞ്ഞത്ത് സ്ഥലം പല 3-4 സ്ഥലം നോക്കി വെച്ചിരിക്കുക. അപ്പോൾ ഇവരെല്ലാം വരുമ്പം നമ്മൾ നോക്കേണ്ടത് ഇതൊക്കെ വരുമ്പം ബിൽഡിങ്സ് വരും. നമ്മളെ ക്രിഡായിക്കകത്തുള്ള യൂത്താണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ യൂത്താണ്. ഞാൻ യൂത്തിനെയൊക്കെ വിളിച്ച് പറഞ്ഞു, നിങ്ങളിപ്പം ഫ്ലാറ്റ്സ് കെട്ടുന്നു വിൽക്കുന്നതൊക്കെ ശരിയല്ല, നമുക്ക് വേണ്ടി വരുന്നത് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ സപ്പോർട്ട് കൊടുക്കുക. നിങ്ങളൊരു IT ബിൽഡിംഗ് കെട്ടും എന്ന് പറഞ്ഞിപ്പോൾ ആ ക്രിഡായുടെ കുട്ടികളെല്ലാം കൂടെ എടുത്തിട്ട് ഒരു കൺസോർഷ്യം ഉണ്ടാക്കിയിട്ട് ഒരു IT ബിൽഡിംഗ് ക്രിഡായുടെ ഈ പറഞ്ഞിരിക്കുക യൂത്ത് കൂടെ ചേർന്ന് ഒരു IT ബിൽഡിംഗ് പ്രോജക്റ്റ് അവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ നമ്മുടെ കോണ്ടൂർ ഗ്രൂപ്പ് അദ്ദേഹം ടൂറിസത്തിലും വരുന്നുണ്ട്. കൂടാതെ അദ്ദേഹം 1.5-2 ഏക്കറിൻ്റെ അകത്ത് ഒരു ഹൈ എൻഡ് ഡാറ്റാ സെൻറ്ററിന് വേണ്ടി പ്ലാൻ ചെയ്യുകയാണ്. ഇതുവരെ നമുക്ക് ഡാറ്റാ സെൻറ്റർ ഇല്ല. അപ്പോൾ ഇന്നലെ ഞാൻ സംസാരിച്ചു, അദ്ദേഹം പറഞ്ഞു ന്യൂക്ലിയർ ബേസ്ഡ് ഡാറ്റാ സെൻറ്ററാണ് പുള്ളി പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഡാറ്റാ സെൻറ്റർ വന്നു കഴിഞ്ഞാൽ അത് വലിയൊരു ഇതാണ്. ഇവർ രണ്ടുപേർക്കും വലിയ പ്രോജക്റ്റ് വരുന്നുണ്ട്. ശ്രീ കോണ്ടൂർ പ്രസാദിന് പ്ലാമൂട് ഇറങ്ങുമ്പോൾ 2 ഏക്കർ സ്ഥലമുണ്ട്. അവിടെ വലിയൊരു കമേഴ്ഷ്യൽ റെസിഡൻഷ്യൽ പ്രോജക്റ്റ് അവിടെ വരുന്നു. യൂസഫ് അലി ഒരു ഹൈ എൻഡ് ആയിട്ടുള്ള ഏറ്റവും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കമേഴ്ഷ്യൽ പ്രോജക്റ്റ് അദ്ദേഹത്തിന് 2 ഏക്കർ അവിടെ ഉണ്ട്. അപ്പോൾ അപ്പോൾ ഞാൻ രണ്ടുപേർക്കും പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് പ്രവർത്തിച്ചാൽ നമുക്ക് ഒരു വലിയ പ്രോജക്റ്റ് ചിന്തിച്ചൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ഒരു സംസാരം നടക്കുന്നുണ്ട്. അടുത്ത ഒരു 10 വർഷം കഴിയുമ്പോൾ തിരുവനന്തപുരം എങ്ങനെ ഇരിക്കും? നമ്മൾ കാണുന്ന തിരുവനന്തപുരം അല്ല. നമ്മൾ കാണുമ്പോൾ നമ്മൾ അഭിമാനത്തോടെ തിരിഞ്ഞ് നോക്കുമ്പം നമ്മൾ എവിടെയോ കിടന്ന തിരുവനന്തപുരം ബാക്കി നഗരം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ബാംഗ്ലൂരിലുള്ള ട്രാഫിക് ബ്ലോക്ക് വേണ്ട, അല്ലെങ്കിൽ കൊച്ചിയിൽ കാണുന്ന തടസ്സങ്ങൾ വേണ്ട, എല്ലാ രീതിയിലും തിരുവനന്തപുരത്ത് ഇപ്പം നമ്മൾ തിരുവനന്തപുരം എന്ന് പറയുന്നത് 10-15 മിനിറ്റ് കൊണ്ട് എല്ലായിടത്തും എത്താൻ പറ്റും. ഇന്ന് രാവിലെ ഞാൻ ഇപ്പോൾ ഈ ഇൻ്റർവ്യൂവിന് വന്നു. ഞാൻ കവടിയാറാണ് താമസിക്കുന്നത്. ഞാൻ 8:45 ഇറങ്ങി, 9 മണിക്ക് ഇവിടെ എത്തി. 15 മിനിറ്റ്സ് സിറ്റി അത് എവിടെ വേണമെങ്കിൽ എത്താം. ഏത് ഫംഗ്ഷൻ നമുക്കൊരു ദിവസം തിരുവനന്തപുരത്ത് കല്യാണം മുതൽ മരണം മുതൽ പാല് കാച്ച് മുതൽ മീറ്റിങ്സ് സെമിനാർ ഒരു 8-10 ഫങ്ഷൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റിയാണ് തിരുവനന്തപുരം. പക്ഷേ ഇതിനകത്ത് എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതൊക്കെ നടക്കാനായിട്ട് പറ്റിയത് ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ മദർ പോർട്ടാണ്. ഈ വിഴിഞ്ഞം മദർ പോർട്ടിനെ ഇത്രയും അവർക്ക് ഫസ്റ്റ് സ്റ്റേജ് തുടങ്ങാനായിട്ട് പറ്റി. ഈ പോർട്ടിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇതെല്ലാ ഡെവലപ്മെൻറ്റ്സ് വന്നിരിക്കുന്നത്. അപ്പം ഈ വരുന്ന ആൾക്കാർക്ക് വേണ്ട കണക്ടിവിറ്റിയാണ്. ഒന്ന് പോർട്ട് വേണം, ഒന്ന് എയർപോർട്ട് വേണം, പിന്നെ റോഡ് വേണം, പിന്നെ റെയിൽവേ കണക്ടിവിറ്റി ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ തമിഴ്നാട് സദൺ റെയിൽവേ ആയിട്ട് ചർച്ച ചെയ്തു. തിരുവനന്തപുരം മുതൽ നാർവയിലുള്ള ഡബ്ലിംഗ് സ്പീഡപ്പ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. അത് ഡബ്ലിംഗ് സ്പീഡപ്പ് ചെയ്യുമ്പോൾ അതിലേ കൂടെ വന്ദേ ഭാരത് ടു ചെന്നൈ, വന്ദേ ഭാരത് ടു ബാംഗ്ലൂർ, വന്ദേ ഭാരത് ടു ഹൈദരാബാദ് വരുന്നു, സ്ലീപ്പർ വരുന്നു, വന്ദേ ഭാരത് സ്ലീപ്പർ, വന്ദേ ഭാരത് മെട്രോ. അപ്പോൾ അതൊരു വേറൊരു നമുക്കൊരു തിരുവനന്തപുരത്ത് ഒരു കണക്റ്റിംഗ് പോയിൻ്റായി. അപ്പോൾ നമുക്ക് ഒരു വന്ദേ ഭാരത് ഇപ്പോൾ വേളി സ്റ്റേഷൻ അപ്ഗ്രേഡ് ചെയ്യുകയാണ്. അത് അപ്ഗ്രേഡ് ചെയ്ത് വരുമ്പം നമുക്കൊരു വന്ദേ ഭാരത് കൂടെ കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഇവിടെ വരുന്നത് 530ഓളം ബെൻഡുണ്ട്. ഈ ബെൻഡ് നൂത്തെടുത്താൽ നമുക്ക് ഇപ്പം കാണുന്ന ട്രെയിനിൻ്റെ സ്പീഡ് നടന്നുകൊണ്ടിരിക്കുക. സ്പീഡ് കൂട്ടാൻ. കൂടാതെ എനിക്ക് തോന്നുന്നു കേരള സർക്കാരിൻ്റെ മനസ്സിലിപ്പം ഫയലിൽ ഒതുങ്ങി കിടക്കുന്ന സിൽവർ ലൈൻ അത് കൊണ്ടുവരണമെന്നാണ് ഞങ്ങളുടെ ഭാഗത്ത്. കാരണം കെ റെയിൽ എന്ന് പറഞ്ഞ രീതിയിൽ കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും ഈ പദ്ധതി വിജയിക്കും. കാരണം വന്ദേ ഭാരത്തിൽ കയറിയ ശേഷം ആൾക്കാർക്ക് കെ റെയിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ കൂടി. പക്ഷേ അത് ചെയ്യുമ്പം ഈ കെ റെയിൽ വരുമ്പം ആൾക്കാരുടെ കോൺഫിഡൻസ് എടുക്കുക. ഇപ്പോൾ അന്ന് പരാതി വീട്ടിൽ അടുക്കളയിൽ കൊണ്ട് കല്ലിട്ടെന്ന് പറഞ്ഞ് അതുപോലെയുള്ള കാര്യങ്ങൾ വരാതെ ആ പരാതിയെല്ലാം മാറ്റിയിട്ട് ഇത് വന്നാൽ നമുക്ക് യാത്രാ സൗകര്യം കൂടുന്നു. എല്ലാ 30 മിനിറ്റ് കൂടുമ്പോൾ നമുക്ക് കേരളത്തിന് ഏത് ഭാഗത്ത് പോകാം, രാവിലെ പോയിട്ട് തിരിച്ച് വൈകിട്ട് വരാം. അപ്പോൾ കെ റെയിലിന് വന്ദേ ഭാരത് ആക്ച്വലി ഒരു നമുക്ക് കണ്ണ് തുറപ്പിച്ച് കൊടുക്കാൻ പറ്റി. അപ്പോൾ കെ റെയിൽ പദ്ധതി തീർച്ചയായിട്ടും കേരള സർക്കാർ മുന്നോട്ട് പോകണമെന്നുള്ളതാണ് ഞങ്ങളുടെ ഭാഗത്ത് റിക്വസ്റ്റ്. തിരുവനന്തപുരം മെട്രോയുടെ കാര്യത്തിൽ എല്ലാ രീതിയിലും നമ്മൾ മെട്രോ വേണം. അപ്പോൾ ഇപ്പം ചെറുപ്പക്കാർ കുട്ടികൾ പരാതി പറയുന്നുണ്ട് ചേംബർ ഓഫ് കോമേഴ്സ് അത് ഡിലേ ചെയ്യിപ്പിക്കുകയാണ്. നമ്മൾ ഡിലേ അല്ല ചെയ്യിപ്പിച്ചത്.
ഈ മെട്രോ എന്തിനാണ് ഉദ്ദേശിക്കുന്നത്? മെട്രോ എന്ന് പറയുന്നത് നമുക്ക് ആൾക്കാരെ സഞ്ചരിക്കാനായിട്ടുള്ള സൗകര്യം കൊടുക്കാനാണ്. ആൾക്കാരില്ലാത്ത പാതയിൽ കൂടെ മെട്രോ കൊണ്ടുവന്നിട്ട് കാര്യമില്ല. കഴക്കൂട്ടം, ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം, കാര്യവട്ടം, ഉള്ളൂരല്ല നമുക്ക് വേണ്ടത്. അതാണ് ഈ KMRL പറയുന്നത്. ഞങ്ങളുടെ ഭാഗത്ത് പറഞ്ഞാൽ മെട്രോ ഷുഡ് സ്റ്റാർട്ട് ഫ്രം കഴക്കൂട്ടം, ടെക്നോ പാർക്ക് ഫേസ് 1, ഫേസ് 2, ഫേസ് 3, നേരെ വന്ന് ആക്കുളം പാലത്തിന് മുമ്പ് ഇടത്തോട്ട് തിരിഞ്ഞ് നേരെ ഉള്ളൂർ വന്ന് കയറി നേരെ അവിടുന്ന് മെഡിക്കൽ കോളേജ് കവർ ചെയ്ത് പഴയ റോഡ് വഴി ഗോകുലം GG ഹോസ്പിറ്റൽ വഴി, അവിടെ കുറേ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ട്, അതിലേക്കൂടെ കയറി പട്ടത്ത് വന്ന് ഇലക്ട്രിസിറ്റി ബോർഡ് വഴി പട്ടം വഴി നേരെ പോയി സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ വന്ന് തിരിഞ്ഞ് അവിടുന്ന് സുബ്രഹ്മണ്യം കോവിൽ റോഡ് വഴി പോയി റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും കവർ ചെയ്ത് കിള്ളിപ്പാലം വഴി അങ്ങ് പോകുന്ന ഒരു മെട്രോ ഞങ്ങൾ സജസ്റ്റ് പറ്റിയ പാത എടുക്കാൻ സ്ഥലമുണ്ടോ? ഇല്ല, അതിന് നമ്മൾ സജസ്റ്റ് ചെയ്തൊരു പോയിന്റ് ഇപ്പം നമ്മൾ നോക്കുമ്പം ഇപ്പം ബോംബെ അടുത്ത കാലത്ത് വന്നു, കൽക്കട്ട, ജയ്പൂർ, ചെന്നൈ എല്ലാം ഇപ്പം അണ്ടർഗ്രൗണ്ട് മെട്രോ ആണ്. ഭൂമിയുടെ അടിയിൽ കൂടെ പോകുന്ന മെട്രോ ആണ്. നമുക്ക് തിരുവനന്തപുരത്ത് ഭൂമിയിൽ അടിയിൽ കൂടെ പോകുന്ന മെട്രോ മതി. കാര്യം നമ്മുടെ ഇവിടെ അൺഡ്യൂലേറ്റിംഗ് പ്ലേസ് ആണ്. ഇപ്പോൾ കൊച്ചിയിൽ അത് KMRL പറയുന്നത് അത് നടക്കത്തില്ല. കൊച്ചിയിൽ നമ്മളിങ്ങനെ കൊച്ചിയിൽ ചെയ്യാൻ പറ്റില്ല. കാര്യം കുഴിച്ചാൽ വെള്ളമാണ്, നമുക്ക് വെള്ളമില്ല. നമുക്ക് ആ ഭൂമിയുടെ അടി കൂടെ പോകുമ്പം 2-3 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, നേരത്തെ ഇത് ഭയങ്കരമായിട്ടുള്ള കിലോമീറ്ററിന് ഏറ്റവും വലിയ രീതിയിലുള്ള തുക വേണ്ടി വന്നു. ഇപ്പോൾ അത് കുറഞ്ഞ് ടണലിംഗ് ടെക്നോളജി ഇന്ത്യയിൽ വന്നു. ഇപ്പോൾ 200 തൊട്ട് 230 കോടി പെർ കിലോമീറ്റർ മതി. പണ്ട് 500-550 കോടി വേണം. അത് പകുതിയായി. അപ്പോൾ ഇപ്പോൾ നമ്മൾ തുടങ്ങി വിടുമ്പോൾ ലേറ്റസ്റ്റ് ടെക്നോളജി എടുക്കും. ഒന്ന്, കാലതാമസം വന്നു. നമ്മൾ ചെയ്യുന്ന സാധനം ഇനി പുതിയ ടെക്നോളജി എടുക്കുക. 2, മൂന്നാമത് കാര്യം, ഭൂമിയുടെ അടി കൂടെ പോകുമ്പം ലാൻഡ് അക്വിസിഷൻ കുറയും. അപ്പോൾ നമുക്ക് ലാൻഡ് അക്വിസിഷൻ ഇല്ല. കാര്യം നമുക്ക് ഭൂമിയുടെ അടി കൂടെ പോകുന്ന മെയിൻ റോഡിൻ്റെ അടി കൂടെ പോവാം. അപ്പോൾ ലാൻഡ് അക്വിസിഷൻ നന്നായി കുറയും. കൂടാതെ 2 സൈഡിലുള്ള കടക്കാർക്ക് കച്ചവടം പോകത്തില്ല. കൊച്ചിയിൽ മെട്രോ വന്ന സമയത്ത് അവിടെ ആ MG റോഡിലുള്ള എല്ലാ കടക്കാരും അടച്ചു പൂട്ടി, തിരിച്ച് വന്നിട്ടില്ല പലരും. ന്യൂയോർക്ക് സിറ്റിയിലേക്ക് മെട്രോ പോലെ റോഡിൻ്റെ അല്ല, ഈവൻ ലണ്ടൻ ട്യൂബിലല്ലേ, ലണ്ടൻ ട്യൂബാണ്. അപ്പോൾ ഇത് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അപ്പോൾ അത് എനിക്കൊന്ന് CMൻ്റെ ഭാഗത്ത് അണ്ടർഗ്രൗണ്ട് മെട്രോ മതി എന്നുള്ളൊരു തീരുമാനമായിട്ട് എനിക്ക് ഡോക്ടർ ശശി തരൂരും അദ്ദേഹം എല്ലാം കൂടെ സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ടൊരു മീറ്റിംഗ് ഒരു മാസം മുമ്പ് ഉണ്ടായിരുന്നു. അപ്പം അതിൽ ഒബ്ജക്റ്റ് ചെയ്തത് KMRL പറയുന്നത് അണ്ടർഗ്രൗണ്ട് മെട്രോ ഈസ് കോസ്റ്റ്ലി. ഇപ്പോൾ ഡോക്ടർ തരൂർ കഴിഞ്ഞുണ്ടായത് ഫിഗേഴ്സ് എല്ലാം എടുത്ത് പറഞ്ഞു. 230 crores is what they spend in Chennai, and 200 crores is what they spend in other places. So your figure of 550 crores is incorrect എന്ന് പറഞ്ഞു. അപ്പോൾ CMന് മനസ്സിലായി എന്തോ ഒരു ഇതിൽ കുഴപ്പമുണ്ടെന്ന്. അപ്പം അതിന് സ്റ്റേക്ക് ഹോൾഡർ ഒരു കമ്മിറ്റി ഉണ്ടാക്കി എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും വെച്ചിട്ട് എനിക്കൊന്ന് ഉടനെ തന്നെ വരുന്നതായിരിക്കും. വന്നു കഴിഞ്ഞാൽ ഇതിനൊരു തീരുമാനമാവും. ഇപ്പോൾ തിരുവനന്തപുരം MPയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ്, തിരുവനന്തപുരം MPയെ കാണാനില്ലെന്നും പറയുന്നുണ്ട്. താങ്കളുടെ അടുത്ത സുഹൃത്താണ്, ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ വെൽവിഷറാണ്. ഇല്ല, തിരുവനന്തപുരം MP നമ്മൾ കാണുന്നില്ല എന്ന് പറയാൻ ഒക്കത്തില്ല. ഇൻ്റർനാഷണൽ ലെവലിൽ നമ്മുടെ നാടിന് വേണ്ടി ബാറ്റ് ചെയ്യാൻ പോകുന്ന ഒരാളാണ്. ഇവിടെ നമ്മൾ കാണുന്നത് തിരുവനന്തപുരം MP ഇവിടെ വരുന്ന ഏറ്റവും കൂടുതൽ കാര്യം ഫോറിൻ കമ്മിറ്റ്മെൻറ്റ്സും ഫോറിൻ സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുന്ന ചില അസൈൻമെൻറ്റ്സ് കൊടുക്കുമ്പോൾ പല രാജ്യത്ത് പോകേണ്ടി വരുന്നു. പിന്നെ തിരുവനന്തപുരം MPയുടെ ഭാഗത്ത് നമുക്ക് കാണുന്ന ഒരു കാര്യം, എനിക്ക് തോന്നുന്നു ഏത് ഓർഗനൈസേഷനിലും അതാത് പാർട്ടിക്കാരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ MPക്കും കൂടെ വർക്ക് ചെയ്യാൻ തോന്നും. എനിക്ക് ആ ഒരു സപ്പോർട്ട് ഈ MPക്ക് കാണുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. MPക്ക് ആ സപ്പോർട്ട് പാർട്ടിയിൽ നിന്ന് കിട്ടുന്നില്ല. എനിക്ക് തോന്നുന്നു ശ്രമം പുള്ളി നടത്തുന്നുമില്ലെന്നൊരു ആക്ഷേപമുണ്ട്. ഉണ്ടായിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ബേസിക്കായിട്ട് ഇതിൻ്റെ അകത്ത് ബാക്ക്ഗ്രൗണ്ട് വർക്ക് ചെയ്യുന്ന MPയുടെ ഓഫീസാണ്. MPയുടെ ഓഫീസ് വേണം ഈ വർക്ക് ചെയ്ത് MPയെ ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി എത്തിക്കുന്ന അവരുടെ ജോലിയാണ്. അതിൻ്റെ അകത്ത് ഒരു ഫെയിലിയർ ഉണ്ടെന്നുള്ള യാതൊരു സംശയമില്ല. കാരണം അവർക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇലക്ഷൻ വരുന്നു. ഇപ്പം നമ്മുടെ മേയർ ഇലക്ഷൻ വരാം, നമ്മുടെ ലോക്കൽ ബോഡി ഇലക്ഷൻ വരുന്നു, അസംബ്ലി ഇലക്ഷൻ വരുന്നു. എന്തായാലും അവരുടെ തുറുപ്പ് ഗുളാൻ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് ഇറക്കിയേ പറ്റുള്ളൂ, ക്രൗഡിനെ കൊണ്ടുവരാൻ. അതെ, ആരിറക്കും എന്നുള്ളതാണ് കാത്തിരുന്ന് കാണാം. അത് നമുക്ക് കാണാം. പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മളൊരു അടുത്ത കാലത്ത് പ്രസ് റിലീസ് കൊടുത്തു. എന്നുവെച്ചാൽ നമ്മൾ തിരുവനന്തപുരത്ത് ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ നടത്തും. കഴിഞ്ഞ ഇലക്ഷൻ ഞങ്ങൾ മത്സരിച്ചു. ട്രിവാൻഡ്രം വികസന മുന്നേറ്റം TVM ഇത്തവണ മത്സരിക്കും ഇല്ല. നമുക്ക് ആക്ച്വലി രാഷ്ട്രീയ പാർട്ടിയാണ്. ഞങ്ങൾ അന്ന് മത്സരിച്ചത് തന്നെ നമ്മൾ ഈ രാഷ്ട്രീയ പാർട്ടിയെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. നിങ്ങൾ വികസനത്തിന് കൂടെ നിന്നില്ലെങ്കിൽ ഞങ്ങൾ ആൾക്കാരെ ഇറക്കും എന്ന് പറഞ്ഞുകൊണ്ട് അതായിരുന്നു. പക്ഷെ അതിനുശേഷം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നമ്മളായിട്ട് സഹകരിക്കുന്നുണ്ട്. മാനിഫെസ്റ്റോയിൽ ചേർക്കാനുള്ള കാര്യങ്ങൾ ചേർക്കാനായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ ഈ പ്രാവശ്യത്തെ ഒരു റിക്വസ്റ്റ് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസ് പറഞ്ഞു, നിങ്ങൾ ഒരു
മേയർ സ്ഥാനാർത്ഥിയെ മുൻകൂട്ടി കണ്ട് 2 or 3 പേരെ ഒരു പാർട്ടിക്ക് അത് 3 പേരെങ്കിലും മനസ്സിൽ കണ്ടുകൊണ്ട് അവരെ മത്സരിപ്പിക്കുക. LDF ആവട്ടെ, UDF ആവട്ടെ, BJP ആവട്ടെ. ആ മത്സരിപ്പിക്കുന്ന ആളിന് കേപ്പബിലിറ്റി വേണം, കാര്യം സാധിച്ചെടുക്കാനുള്ള കഴിവ് വേണം. പിന്നെ ഈ ഒരു സിസ്റ്റം, കാരണം ഇതെന്ന് പറയുന്ന കോർപ്പറേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ലോക്കലൈസ്ഡ് ഇഷ്യൂ ആണ്. അവിടെ രാഷ്ട്രീയം വരുന്നില്ല. ഇപ്പോൾ എൻ്റെ അടുത്ത് നിൽക്കുന്ന ആ വീട്ടിൻ്റെ അടുത്ത് താമസിക്കുന്ന ഒരാൾ നല്ല രീതിയിൽ നമ്മളെ സഹായിക്കുമ്പം അവൻ ചിലപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്കാരനായിരിക്കും, ഞാൻ പുള്ളിക്കാർക്ക് വോട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിന് പകരം നമുക്ക് അങ്ങനെ എലക്ട് ചെയ്ത് വരട്ടെ, പക്ഷെ വരുമ്പം എല്ലാ പാർട്ടിയും ഒരു മേയർ സ്ഥാനാർത്ഥിയെ അവർ മുൻകൂട്ടി കണ്ട് പ്രൊജക്റ്റ് ചെയ്ത് നിർത്തി കാണിക്കും. അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാം. ഇത് അഥവാ ജയിച്ചാൽ ഈ 2-3 പേരായിരിക്കും, ഇതിൽ 3 പേരെ ഒരാളായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ നമുക്ക് 5 വർഷം വെറുതെ പോകും. അപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ മുഖം കൂടുതൽ മെച്ചമാവട്ടെ, കൂടുതൽ വികസിക്കട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച്.